ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതിതീർഷദാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃശീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം
വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവതം ദശമസ്കന്ധം 60-ാം അധ്യായം, കർഹിജിത് അധ്യായം, ശ്രീകൃഷ്ണ രുക്മിണി സംവാദം. ഇന്നലെ നമ്മൾ 2 ക്ലാസ്സുകളിലായിട്ട് അതിൻ്റെ ഏകദേശം 20-ാം ശ്ലോകം വരെ കണ്ടു. തുടർന്ന് കാണണം. മൊത്തം 59 ശ്ലോകങ്ങളുള്ള വലിയൊരു അധ്യായമാണ്. ശ്ലോകങ്ങളും വലുതാണ്. നമുക്ക് ആദ്യം വായിക്കാം, എന്നിട്ട് കഥയിലേക്ക് വരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ഷഷ്ഠിതമോऽധ്യായഃ. ശ്രീശുക ഉവാച. കർഹിചിത് സുഖമാസീനം സ്വതൽപസ്ഥം ജഗദ്ഗുരും പതിം പര്യചരത് ഭൈഷ്മീ വ്യജനേന സഖീജനൈഃ. യസ്ത്വേതത് ലീലയാ വിശ്വം സൃജത്യത്യവതീശ്വരഃ സ ഹി ജാതസ്വസേതൂനാം ഗോപീധായ യദുഷ്വജഃ. തസ്മിൻ അന്തർഗൃഹേ വ്രാജന്മുക്താദാമ വിളംബിനാ വിരാജിതേ വിതാനേന ദീപൈർമണിമയൈരപി മല്ലികാദാമഭിഃ പുഷ്പൈഃ ദ്വിരേഭകുലനാദിതൈഃ ജാലരന്ധ്രപ്രവിഷ്ടൈശ്ച ഗോപിശ്ചന്ദ്രമസോമലൈഃ. പാരിജാതവനാമോദവായുനാ ഉദ്യാനശാലിനാ ധൂപൈരഗരുജൈരാജൻ ജാലരന്ധ്രവിനിർഗതൈഃ. പയഭ്യേന നിഭേ ശുഭ്രേ പര്യങ്കേ കശിപൂത്തമേ ഉപതസ്ഥേ സുഖാസീനം ജഗദാമീശ്വരം പതിം. ബാലവ്യജനമാദായ രത്നദണ്ഡം സഖീകരാത് തേന വിജയതി ദേവി ഉപാസാൻ ചക്രൈശ്വരം. സോപാച്യുതം പ്രണയതീമണിനൂപുരാഭ്യാം രേജേങ്കുലീയവലയവ്യജനാഗ്രഹസ്ഥ വസ്ത്രാന്തഗൂഢകുചകുങ്കുമശോണഹാരഭാസ നിതംബഹൃദയാ ച പരാർദ്യ കാഞ്ച്യ. താം രൂപിണീം ശ്രിയം അനന്യഗതിം നിരീക്ഷ്യ യാ ലീലജാ ധൃതതനോഃ അനുരൂപരൂപ പ്രീതസ്മയം അളകകുണ്ടല നിഷ്കകണ്ഠവക്ത്രോല്ലസസ്മിതസുധാം ഹരിരാബഭാഷേ. ശ്രീഭഗവാനുവാച. രാജപുത്രീപ്സിതാ ഭൂപൈർലോകപാലവിഭൂതിഭിഃ മഹാനുഭാവൈः ശ്രീമദ്ഭിः രൂപൗദാര്യബലോർജിതൈः. താൻ പ്രാപ്താനർത്ഥിനോ ഹിത്വാ ചൈദ്യാദീൻ സ്മരദുർമദാൻ ദത്താ ഭ്രാത്രാ സ്വപിത്രാ ച കസ്മാന്നോ വവൃഷേ അസമാൻ. രാജഭ്യോ ബിഭ്യത സുബ്രൂഃ സമുദ്രം ശരണം ഗതാൻ ബലവദ്ഭിഃ കൃതദ്വേഷാൻ പ്രായസ്ത്യക്തനൃപാസനാൻ. അസ്പഷ്ടവത്മനാം പുംസാം അലോകപദമീയുഷാം ആസ്ഥിതാഃ പദവീം സുബ്രൂഃ പ്രായഃ സീദന്തി യോഷിതഃ. നിഷ്കിഞ്ചനാ വയം ശശ്വത് നിഷ്കിഞ്ചന ജനപ്രിയാഃ തസ്മാത് പ്രായേണ ന ഹ്യാഢ്യാഃ മാം ഭജന്തി സുമധ്യമേ. യയോരാത്മസമം വിത്തം ജന്മൈശ്വര്യാകൃതിർഭവഃ തയോർവിവാഹോ മൈത്രീ ച നോത്തമാധമയോഃ ക്വചിത്. വൈദർഭ്യേതദവിജ്ഞായ ത്വയാ ദീർഘസമീക്ഷയാ വൃതാ വയം ഗുണൈർഹീനാഃ ഭിക്ഷുഭിः ശ്ലാഘിതാ മുധാ. അഥാത്മനോനുരൂപം വൈ ഭജസ്വ ക്ഷത്രിയർഷഭം
येन त्वम् आशिषः सत्याः इहामुत्र च लप्स्यसे चैद्यसाल्वजरासन्ददन्तवक्त्रादयो नृपाः मम द्विषन्ति वामोरु रुक्मी चापि तवाग्रजः तेषां वीर्यमदान्तानां तृप्तानां स्मयनुत्तये आनीतासि मया भद्रे तेजोपहरदा सदाम् उदासीना वयं नूनं न स्त्र्यपत्यार्थकामुगाः आत्मलब्ध्या स्महे पूर्णाः गेहयोर्ज्योतिरक्रियाः श्रीशुक उवाच एतावदुक्त्वा भगवान् आत्मानं वल्लभामिव मन्यमानाम् अविश्लेषात् तद्दर्पघ्नः उपारमत् इति त्रिलोके सपदेस्तदात्मनः प्रियस्य देव्यश्रुतपूर्वमप्रियम् आश्रुत्य भीता हृदि जातवे वधुः चिन्तां दुरन्तां रुदती जगामः पदा सुजातेन नघारुणश्रिया भुवं लिखन्त्यश्रुभिरञ्जनासितैः आसिञ्चति कुङ्कुमरुषितौ स्तनौ तस्थौ अधोमुख्यतिदुःखरुद्धवाक् तस्यासु दुःखभयशोकविनष्टबुद्धेः हस्तात् स्लदद्वलयदो व्यजनं पपात देहश्च विक्लवदियः सहसैव मुह्यन् रम्भेव वायुविहता प्रविकीर्य केशान् तद्दृष्ट्वा भगवान् कृष्णः प्रियायाः प्रेमबन्धनं हास्य प्रौढिमजानन्द्याः करुणः सोन्वकम्पद पर्यङ्गादवरुह्याशु तामुत्थाप्य चतुर्भुजः केशान् समुह्य तद्वक्त्रं प्रामृजत्पद्मपाणिना प्रमृज्याश्रुगले नेत्रे स्तनौ चोपहतौ शुचा आश्लिष्य बाहुना राजन् अनन्यविषयां सतीम् सान्द्वयामास सान्द्वज्ञः कृपया कृपणां प्रभुः हास्य प्रौढिभ्रमच्चित्तम् अतदर्हां सतां गतिः श्रीभगवानुवाच मा वैदर्भ्यसूयेदा जाने त्वां मत्परायणां त्वद्वजस्रोधुकामेन क्ष्वेल्याचरितमङ्गने मुखं च प्रेम संरम्भस्फुरिदाधरमीक्षितम् कटाक्षे पारुणापाङ्गं सुन्दरभ्रुकुटीतटम् अयं हि परमो लाभो गृहेषु गृहमेधिनां यन्नर्मैर्नीयते यामः प्रियया भीरुभामिनी श्रीशुक उवाच सैवं भगवता राजन् वैदर्भी परिसान्विता ज्ञात्वा तत्परिहासोक्तिं प्रियत्यागभयं जहौ बभाष ऋषभं पुंसां वीक्षन्ति भगवन्मुखं सव्रीडहासरुचिरस्निग्धाभाङ्गेन भारत रुक्मिण्युवाच नन्वेवमेतदरविन्दविलोचनाः यद्वै भवान् भगवतो असदृशी विभूम्नः क्व स्वे महिम्न्यभिरतो भगवान् प्रदेशः क्वाहं गुणप्रकृतिरज्ञगृहीतपादा सत्यं भयादिव गुणेभ्य उरुक्रमान् दश्येते समुद्र उपलम्बनमात्र आत्मा नित्यं कदिन्द्रियगणैकृतविग्रहस्त्वं त्वल्सेवकैर्नृपपदं विदुदं तमोन्दम् त्वल्पादपद्ममकरन्दजुषां मुनीनां वत्मास्फुटं नृपशुभिर्ननु दुर्विभाव्यं यस्मादलौकिकमिवेहितमीश्वरस्य भूमन् तवेहितमतो अनुये भवन्तम् निष्किञ्चनो ननु भवान् न यतोऽस्ति किञ्चित् यस्मै बलिं बलिभुजो विहरन्त्यजाद्याः न त्वाविदन्त्यसुतृपोऽन्दकमाड्यदान्ताः प्रेष्टो भवान् बलिभुजामपि तेऽपि तुभ्यम् त्वं वै समस्तपुरुषार्थमयफलात्मा यद्वाञ्छया सुमतयो विसृजन्ति कृत्स्नम् तेषां विभो समुचितो भवतः समाजः पुंसस्त्रियाश्चरतयोः सुखदुःखितोर्न त्वं न्यस्तदण्डमुनिभिर्गतितानुभावः आत्मात्मदश्च जगदामिति मे वृतोऽसि
हित्वा भवद्ब्रुवमुदीरितकालवेगदुस्ताशिषोऽब्जभवनाकपतीन् कुतोऽन्ये जाड्यं वचस्तव गदाग्रजयस्तु भूपान् विद्राव्य शाङ्गनिनदेन जहर्त मां त्वं सिंहो यदा स्वबलिमीश पशून् स्वभागं तेभ्यो भयात् यदुदधिं शरणं प्रपन्नः यद्वाञ्छया नृपशिखामणयोऽङ्गवैन्यजायन्दनाहुषगयादय ऐकपत्यं राज्यं विसृज्य विविशुर्वनमम्बुजाक्ष सीदन्ति तेनु पदवीं तैहास्तिता किम् कान्यं श्रयेद तव पादसरोजगन्धम् आग्राय सन्मुखरिदं जनतापवर्गम् लक्ष्म्यालयं तु अविगणय्य गुणालयस्य मर्त्या सदोरुभयमर्थविविक्तदृष्टिः तं त्वानुरूपमभजं जगदामधीशम् आत्मानमत्र च परत्र च कामपूरं स्यान्मे तवाङ्घ्रिरणं सृदिभिर्भ्रमन्द्या यो वै भजन्तम् उपयादि अनृतापवर्गः तस्यास्युरच्युतनृपा भवतोपदिष्टाः स्त्रीणां गृहेषु खरगोष्वबिडालभृत्याः यत्कर्णमूलमरिकर्षण नोपयायाद्युष्मत्कदा मृडविरिञ्ज सभासु गीता त्वक्श्मश्रुरोमनगकेशपिनद्दमन्तर्मांसास्ति रक्तकृमिविट्कभ पित्तवादम् जीवत्सवं भजति कान्तमतिर्विमूढाः याते पदाब्जमकरन्दमजिग्रती स्त्री अस्त्वम्बुजाक्ष मम ते चरणानुराग आत्मन्रदस्य मयि चानतिरिक्तदृष्टेः यर्ह्यस्य वृद्धय उपात्तरजोदिमात्रो मामीक्षसे तदुह नः परमानुकम्बा नैवाळीकमहं मन्ये वचस्ते मधुसूदन अम्बाया इव हि प्रायः कन्याया स्याद्रजि क्वचित् व्यूढायाश्चापि पुंशल्या मनोभेदि नवं नवं बुधो सतीं न बिभ्रयात्तां बिभ्रत् उभयच्युतः श्रीभगवानुवाच सात्वेतच्छ्रोतुकामैस्त्वं राजपुत्री प्रलम्बिता मयोदितं यदन्वाथ सर्वं तत्सत्यमेव हि यान् यान् कामयसे कामान् मयि अकामाय भामिनि सन्दिह्येकान्तभक्तायाः तव कल्याणि नित्यदा उपलब्धं पतिप्रेमापादिव्रत्यं च तेन घे यद्वाक्यैश्चाल्यमानायाः नधीर्मय्यपकर्षिता ये मां भजन्ति दाम्पत्ये तपसा व्रतचर्यया कामात्मानोपवर्गे सम्मोहिता मम मायया मां प्राप्य मानिन्यपवर्गसम्पदं वाञ्छन्ति ये सम्पद एव तल्पतिं ते मन्दभाग्या निरयेऽपि ये नृणां मात्रात्मकत्वात् निरयस्सु सङ्गमः दिष्ट्या गृहेश्वर्यसकृन्मयि त्वया कृतानुवृत्तिर्भवमोचनी कलैः सुदुष्करासौ सुतरां दुराशिषो ह्यसुम्भराया निकृतिञ्जुषस्त्रियाः न त्वादृशीं प्रणयिनीं गृहिणीं गृहेषु पश्यामि मानिनि यया स्वविवाहकाले प्राप्तान् नृपान् अवगणय्य रहोहरो मे प्रस्तापितो द्विजौपसृतसत्कदस्य भ्रातुर्विरूपकरणं युधि निर्जितस्य प्रोद्वाह पर्वणि च तद्वदमक्षगोष्ठ्यां दुःखं समुत्थम् असहोऽस्मदयोगभीत्या नैवाब्रवीः किमपि तेन वयं जितास्ते दूतस्त्वयात्मलभने सुविविक्तमन्द्रः प्रस्तापितो मयि चिरायदि शून्यमेतत् मत्वा जिहासैदमङ्गमनन्ययोग्यं तिष्ठेत तत्त्वयि वयं प्रतिनन्दयामः। श्रीशुक उवाच एवं सौरदसंलापैः भगवान् जगदीश्वरः स्वरतो रमयारे मे नरलोकं विडम्बयन् तदान्यासामपि विभुः गृहेषु गृहवानिव आस्थितो गृहमेधीयान् धर्मान् लोकगुरुर्हरिः। हरि ओम् इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां दशमस्कन्धे उत्तरार्धे कृष्णरुक्मिणी संवादो नाम षष्टितमोऽध्यायः।
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗയിൽ ദശമസ്കന്ധത്തിലെ 60-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രുക്മിണി കൃഷ്ണസംവാദം. ഒരു പ്രണയകലഹത്തിൻ്റെ കഥയാണ്. ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലെ ഒരു സന്ദർഭം. അതിലൂടെ നമുക്കൊരുപാട് കാര്യങ്ങൾ വ്യാസഋഷി, ശ്രീശുക ബ്രഹ്മർഷി പകർന്നു തരികയാണ്. വളരെ വർത്തിയായിട്ടുള്ള ഒരു അധ്യായം. എല്ലാവരും വേണ്ട പോലെ മനസ്സിരുത്തി ഗ്രഹിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. മറ്റ് കഥകൾ പോലെയല്ല ഈ അധ്യായത്തിൽ ഭഗവാന്റെ തത്വം തന്നെയാണ് മുഖ്യമായിട്ടും അനാവരണം ചെയ്യപ്പെടുന്നത്. വളരെ വിശദമായി രുക്മിണീ ദേവിയുടെ വാക്കുകളെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുകയാണ്. ഭഗവാന്റെ മാഹാത്മ്യം, ഭഗവാന്റെ തത്വം, ഇതാണ് ഇതിലെ പ്രധാന വിഷയം. രുക്മിണീ ദേവിയുടെ മാഹാത്മ്യവും പാതിവൃത്യവും ഇതെല്ലാം ഇതിൽ സൂചിപ്പിക്കുന്നു. നമ്മളും ഭഗവാനെ എങ്ങനെയാണ് കാണേണ്ടത്, നമ്മളും ഭഗവാനെ എങ്ങനെയാണ് വരിക്കേണ്ടത് എന്നുള്ള കാര്യവും അതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നു. ഭഗവാൻ തന്നെ ഗീതയിലൂടെ 2 പ്രാവശ്യം പറയുന്നുണ്ട്, എന്നെ മൂഢന്മാരായിട്ടുള്ള ആളുകൾ വെറും മനുഷ്യനായിട്ട് കണക്കാക്കുന്നു എന്ന്. അവജാനന്തി മാം മൂഢാഹ മാനുഷീം തനുമാശ്രിതം പരംഭാവമജാനന്ദ മമ ഭൂതമഹേശ്വരം. അവജാനന്തി, അവഗണിക്കുന്നു, ചെറുതായി കാണുന്നു. സാധാരണ ഒരു പ്രാകൃത മനുഷ്യനെ പോലെ കാണുന്നു എന്നർത്ഥം. അതാണ് അവജാനന്തി മാം മൂഢാഹ. മൂഢാഹ എന്ന് പറഞ്ഞാൽ ആലോചനാരഹിതന്മാരായിട്ടുള്ളവർ, വിവേകശൂന്യന്മാരായിട്ടുള്ളവർ, സത്യം ചിന്തിക്കാത്തവർ, സത്യത്തെക്കുറിച്ച് അന്വേഷിക്കാത്തവർ. ഈ ലോകത്തിലെ ഭൂരിപക്ഷവും ഈ കൂട്ടത്തിൽപ്പെട്ടതാണ്, മൂഢന്മാരാണ്. കാള പെറ്റൂന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുന്ന കൂട്ടരാണ് അല്ലേ? പ്രത്യേകിച്ച് കേരളത്തിലെ പ്രബുദ്ധ മൂഢന്മാർ. കേരളത്തിലാണ് എല്ലാ തട്ടിപ്പും വെട്ടിപ്പും ധാരാളമായിട്ട് നടക്കുന്നത്. വഞ്ചനകളൊക്കെ ധാരാളം നടക്കുന്നത് കേരളത്തിലാണ്. പ്രബുദ്ധരാണെന്നൊരു ടൈറ്റിലുണ്ട്, പോരെ? എന്ത് പ്രബുദ്ധത? അക്ഷരാഭ്യാസം കൊണ്ട് പ്രബുദ്ധതയാവൂ? പ്രബുദ്ധത എന്ന് പറഞ്ഞാൽ നല്ല ഉണർവാണ്, നല്ല ബോധമാണ്. വേണ്ടത് വേണ്ട പോലെ വിചാരം ചെയ്യാനുള്ള, യുക്തിഭദ്രമായി ചിന്തിക്കാനുള്ള, സത്യാന്വേഷണം ചെയ്യാനുള്ള ആ വിവേകത്തെ വേണ്ട പോലെ ഉപയോഗിക്കാനുള്ള സാമർഥ്യമാണ് പ്രബുദ്ധത എന്ന് പറയുന്നത്. അത് ഒട്ടും ഇല്ലാത്ത മലയാളികൾക്ക് പ്രബുദ്ധർ എന്ന് വെറുതെ ഒരു വ്യാജ ടൈറ്റിൽ. അല്പന്മാർ.
ഈ കേൾക്കുന്ന നിങ്ങളെയൊന്നും അല്ല കേട്ടോ പറയുന്നത്, നിങ്ങളൊക്കെ പ്രബുദ്ധരാണ്. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഭാഗവത ജ്ഞാനഗംഗ കേൾക്കാൻ ഇത്രയും കമ്മിറ്റഡ് ആയിരിക്കുന്നത്, സത്യം പരം ധീമഹി എന്ന് ഉറച്ചിരിക്കുന്നത്. ഭൂരിപക്ഷത്തെയാണ് പറഞ്ഞത്. ഈ കേരളത്തിലെ 99.999% ആളുകൾ. അപ്പോൾ അപജാനന്തിമാം മൂഢാഹ മാനുഷീം തനും ആശ്രിതം. മനുഷ്യ ശരീരത്തെ എടുത്തവനായി, മനുഷ്യ ദേഹത്തോടു കൂടിയവനായി, ഒരു മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു മനുഷ്യനായി, ഒരു പ്രാകൃതനായി എന്നെ ചെറുതായി കാണുന്നു. അവജാനന്തി. പരംഭാവം അജാനന്ദ മമ ഭൂതമഹേശ്വരം. മമ ഭൂതമഹേശ്വരം പരംഭാവം അജാനന്ദ. ഞാൻ ആരാണ്? എൻ്റെ പരംഭാവം എങ്ങനെയുള്ളതാണ്? ഭൂതമഹേശ്വരം പരംഭാവം. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സകല ഭൂതങ്ങളെയും ഈശിക്കുന്ന, സർവ ഈശ്വരന്മാരെ പോലും ഈശിക്കുന്ന മഹേശ്വരനാണ് ഞാൻ. എല്ലാവരെയും. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം. വിശ്വതേജോഹരാണാം തേജസ് സംഹാരി വീര്യം. ഇതെല്ലാം തികഞ്ഞിരിക്കുന്ന ഭഗവാനായ എന്നെ, സർവഭൂതമഹേശ്വരനായ എന്നെ അറിയാതെ, പരംഭാവം അജാനന്ദ. അജാനന്ദ ന ജാനന്ദ, വേണ്ട പോലെ അറിയാതെ. അപ്പോൾ കൃഷ്ണഭക്തന്മാരെന്ന് പറയുന്ന ഭൂരിപക്ഷവും അങ്ങനെയുള്ള ഒരു തരം അന്ധഭക്തി തന്നെയാണ്. കൃഷ്ണനെ ഒരു എന്താ പറയുക, പ്രത്യേക രൂപം, മൂർത്തി മാത്രമായിട്ട് കാണുന്ന കൃഷ്ണൻ്റെ ആ പരബ്രഹ്മഭാവമോ പരമേശ്വരഭാവമോ വേണ്ടതുപോലെ ഉൾക്കൊള്ളാതെ ഒരു വ്യക്തിയായി കണ്ടുകൊണ്ട് ഉപാസിക്കുന്ന ഭക്തന്മാരെന്ന് പറയുന്ന എത്രയോ പേരുണ്ട്. ഗുരുവായൂരിലൊക്കെ പോയാൽ ദിവസവും കാണാം ക്യൂ നിൽക്കുന്ന ആൾക്കാരുടെ കൂട്ടം. അവരിൽ എത്ര പേർക്ക് കൃഷ്ണ തത്വം ശരിക്കും അറിഞ്ഞിട്ടാണ് അവർ അവിടെ വന്ന് തിരക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു സർവേ നടത്തിയാൽ എല്ലാവരും വരുന്നു, ഞങ്ങളും വരുന്നു. ഏറ്റവും തിരക്കുള്ള സ്ഥലത്ത് പോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സൈക്കോളജി. അധികം ആളുകൾ എവിടെ തിരക്കുന്നു അവിടെ എന്തോ ഉണ്ട്. അതുകൊണ്ട് നമുക്കും പോയാൽ എന്തോ കിട്ടും. അതെന്താണെന്നൊന്നും വ്യക്തമായിട്ടൊന്നും അറിയില്ല. പിന്നെ നമുക്ക് തോന്നിയതൊക്കെ അവിടെ പോയി വിളിച്ച് പറയാം, ആവലാദികളൊക്കെ പറയാം. അതാണ് ഞങ്ങൾക്ക് പലരും പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളും പോയിട്ട് അവിടെ ചെന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പറയുന്നു. അവിടെ കൊണ്ടുപോയി കുറേ കാശും സമർപ്പിക്കുന്നു. ആ കാശൊക്കെ അവിടെ എന്ത് ചെയ്യുന്നു, എങ്ങനെ വിനിയോഗിക്കുന്നു, ഇതൊന്നും ഞങ്ങൾ നോക്കാറില്ല, അന്വേഷിക്കാറില്ല. അതൊക്കെ തോന്നിയവാസം ചെയ്ത് ധൂർത്തടിച്ച് കൊള്ളയടിച്ച് അഴിമതി കാണിച്ച് പോകുന്നുണ്ടോ, മര്യാദയ്ക്ക് വല്ല നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കപ്പെടുന്നുണ്ടോ, കാശ് ഭഗവാൻ ആവശ്യമുണ്ടോ, ഭഗവാൻ എന്തിനാ കാശ്, ഭഗവാൻ എന്തിനാ ദ്രവ്യങ്ങൾ, ഇതൊന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ എന്തെങ്കിലും ദ്രവ്യം കൊടുക്കുന്നത് ഏത് ഭാവനയോടുകൂടി ആയിരിക്കണം, ഇതൊന്നും ആരും പറഞ്ഞു കൊടുത്തിട്ടുമില്ല, കേട്ടിട്ടുമില്ല. പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ കേൾക്കാൻ ഞങ്ങൾ തയ്യാറില്ല. ഞങ്ങൾക്ക് ജനിക്കുമ്പോഴേ എല്ലാം അറിയാം. ഞങ്ങളൊക്കെ സർവജ്ഞരാണ്. ഞങ്ങളെ ആരും പഠിപ്പിക്കാനൊന്നും വരണ്ട. ഇതാണ് അവിടെ കൂടിയിരിക്കുന്ന ദിവസവും വന്നു പോകുന്ന ആയിരക്കണക്കിന് അല്ലേ സോ കോൾഡ് ഭക്തന്മാരെന്ന് പറയുന്ന ആളുകൾ കരുതുന്നത്. അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ മാം അബുദ്ധയ. വീണ്ടും ഭഗവാൻ മറ്റൊരു ഭാഗത്തും പറഞ്ഞു, അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ മാം അബുദ്ധയ. അവ്യക്തനായ എന്നെ ഒരു വ്യക്തിയായിട്ട് വന്നവൻ ആയിട്ട് കാണുന്നു. മന്യന്തേ കണക്കാക്കുന്നു. അബുദ്ധയ ബുദ്ധിയില്ലാത്ത ബുദ്ധിശൂന്യന്മാരായിട്ടുള്ള ആളുകൾ. വാസ്തവത്തിൽ ഭഗവാൻ ഒരു വ്യക്തിയല്ല എന്ന് ഭഗവാൻ തന്നെ ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അർജുനനോട് അടക്കം. അല്ലേ, അർജുനൻ പോലും ഭഗവാനെ വ്യക്തിയായിട്ടാണ് മനസ്സിലാക്കിയത്.
തത്വത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് അർജുനനെ ഭഗവാൻ ശാസിക്കും പോലെയാണ് ഇത് പല പ്രാവശ്യം പറഞ്ഞത്. എന്നിട്ട് വിശ്വരൂപവും കാണിച്ചു കൊടുത്തു, ഒരു സൂചന. ഇതൊന്നുമല്ല എൻ്റെ രൂപം, ഇതൊക്കെ എൻ്റെ ചെറിയൊരു അംശം മാത്രം. വിഷ്ടഭ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. ഈ ജഗത്ത് മുഴുവൻ ഞാൻ എൻ്റെ ഒരു ചെറിയ അംശം കൊണ്ട് വ്യാപിച്ചാണ് ഇതിനെ മുഴുവൻ നിലനിർത്തുന്നത്, പരിപാലിക്കുന്നത്. എൻ്റെ യഥാർത്ഥ ഭാവം ആർക്കും ചിന്തിക്കാൻ പോലും ആവില്ല. എൻ്റെ തത്വം സുരഗണാഹ ദേവാഹ അല്ലെങ്കിൽ ബ്രഹ്മാദികൾ പോലും അറിയുന്നില്ല എന്നൊക്കെ ഭഗവാൻ ഗീതയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന്റെ തത്വത്തെ ഈ ഒരു ഭാഗത്ത് പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്, പല സ്തുതികളിലൂടെയും പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മസ്തുതി, അക്രൂരസ്തുതി, ദശമസ്കന്ധത്തിൽ തന്നെ അനേക സ്തുതികളിലൂടെ പറയപ്പെട്ടു. അതുപോലെ മറ്റ് അധ്യായങ്ങളിലും ഭഗവാന്റെ തത്വം പല പ്രാവശ്യം പറഞ്ഞു. ഇത് വീണ്ടും ഒന്ന് ആവർത്തിക്കുകയാണ്. എന്തിന്? ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. പല പ്രാവശ്യം ഉപദേശിച്ചു കഴിഞ്ഞാലേ ആ കാര്യം ഉള്ളിലേക്ക് നല്ലതുപോലെ ആഴ്ന്നിറങ്ങുള്ളൂ. സ്ഥൂണാഗണന ന്യായം, തൂണ് കുഴിച്ചിടുന്ന ന്യായം. തൂണ് കുഴിച്ചിട്ടിട്ട് അത് ഇളകുന്നുണ്ടോയെന്ന് ഇളക്കി നോക്കണം, ഇളകാതാവുന്നത് വരെ. അതുപോലെയാണ് ഈ ഒരു ആശയം നമ്മുടെ ഉള്ളിലേക്ക് ഭാഗവതകാരൻ ശ്രീ വ്യാസഭഗവാനും ശ്രീശുഖ ബ്രഹ്മർഷിയും സൂത മഹാശയനും ആചാര്യന്മാർ പരമ്പരകളായിട്ടും എല്ലാവരും ഈ ഒരാശയത്തെ തന്നെയാണ് നമ്മുടെ ഉള്ളിലേക്ക് ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പല പ്രാവശ്യം കേട്ട് ഉറയ്ക്കാറാവട്ടെ, അതിനുള്ളൊരു സുഹൃതം നമുക്കുണ്ടാവട്ടെ, ഭാഗ്യമുണ്ടാവട്ടെ. രുക്മിണീദേവി ഭഗവാനെ കാണും പോലെ കാണാൻ എല്ലാവർക്കും കഴിയട്ടെ. രുക്മിണീദേവി ഭഗവാനെ ഉപാസിച്ച പോലെ ഉപാസിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഇതാണ് ഈ ഒരു അധ്യായത്തിൽ നിന്ന് എടുക്കേണ്ട പാഠം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് വരാം. ഒരിക്കൽ തൻ്റെ തൽപ്പത്തിലിരിക്കുന്ന ഭഗവാനെ ദേവി തോഴിമാരോടുകൂടി പരിചരിക്കുകയായിരുന്നു. എല്ലാ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞതായിട്ടുള്ള ആ അന്തഃപുരത്തിൽ വെച്ച് അവിടെ ദേവി തന്നെ സ്വയം തോഴിമാരിൽ നിന്ന് വാലവ്യജനം വാങ്ങിച്ച് താൻ തന്നെ അടുത്തു നിന്ന് വീശിക്കൊടുത്തുകൊണ്ടിരുന്നു. ആ ദേവിയുടെ സൗന്ദര്യം അതിമനോഹരം അവിടെ വർണ്ണിച്ചിരുന്നു. സാക്ഷാൽ ലക്ഷ്മി ദേവി തന്നെ രൂപമെടുത്തു വന്നിരിക്കുന്നു. അങ്ങനെയുള്ള അവളെ കണ്ട് ഭഗവാൻ സന്തുഷ്ടനായിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് ഒരു സല്ലാപം ആരംഭിച്ചു. നർമ്മസല്ലാപമാണ് ഭഗവാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ആ ദേവി അത് വളരെ ഗൗരവത്തിലാണ് എടുത്തത്. ഇതാണ് സംഭവം. ഇപ്പോൾ ഭഗവാൻ പറയുന്നു, അല്ലയോ രാജപുത്രി, ലോകപാല വിഭൂതിയോടുകൂടിയവരായ പല രാജാക്കന്മാർ, മഹാനുഭാവന്മാർ, എല്ലാ ഐശ്വര്യവുമുള്ളവരായിട്ടുള്ള രൂപം, ഔദാര്യം, ബലം, ഊർജം ഇതെല്ലാം ഉള്ളവരായിട്ടുള്ള ശക്തന്മാരായിട്ടുള്ള രാജാക്കന്മാർ നിന്നെ പ്രാർത്ഥിച്ചു, നിന്നെ ആഗ്രഹിച്ചു. ഈപ്സിത, അങ്ങനെ നിന്നെ പ്രാർത്ഥിച്ച ശിശുപാലാദി കാമപീഡിതരായി വന്ന ആ അവരെ നീ ഉപേക്ഷിച്ചുകൊണ്ട്, അതും നിന്റെ സഹോദരനാലും അച്ഛനാലും വാഗ്ദാനം ചെയ്യപ്പെട്ടു കഴിഞ്ഞ ആ സന്ദർഭത്തിൽ അവരെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിനക്ക് തുല്യൻ അല്ലാത്ത എന്നെ, നിങ്ങളുടെ രാജകുടുംബത്തോട് തുല്യമല്ലാത്ത യദുവംശത്തിൽ ജനിച്ച എന്നെ എന്തിന് നീ വരിച്ചു? കസ്മാന്നോ വവൃഷേ അസമാൻ, ഒരു തരത്തിലും ഞാൻ നിനക്ക് ചേരുന്നവനല്ല. സുന്ദരിയായിട്ടുള്ള നീ ഈ ഭീരുവായിട്ടുള്ള എന്നെ ആണല്ലോ തിരഞ്ഞെടുത്തത്.
ഞാൻ രാജാക്കന്മാരെ ഭയപ്പെട്ടുകൊണ്ട് സമുദ്രത്തിൻ്റെ മധ്യത്തിലേക്ക് ശരണം പ്രാപിച്ചവനാണ്. ജരാസന്ധനെ ഭയപ്പെട്ട് മധുരാപുരി ഉപേക്ഷിച്ച് ദ്വാരക നിർമ്മിച്ച് സമുദ്രാന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ബലവാന്മാരോട് ശത്രുതയുണ്ടാക്കി രാജസിംഹാസനത്തിന് അർഹതയും ഇല്ലാത്ത ഈ ഞങ്ങളെ എന്തിനാ നീ സ്വീകരിച്ചത്? ഏതു വഴിക്കാ പോകുന്നത് എന്ന് പ്രവചിക്കാൻ പറ്റാത്ത അസന്മാർഗത്തിലൂടെയെല്ലാം പോകുന്ന, സാധാരണ ലൗകികർ പോകുന്ന മാർഗത്തിലൂടെ അല്ലാതെ സഞ്ചരിക്കുന്നതായിട്ടുള്ള എന്നെപ്പോലെയുള്ള ആളുകളെ സ്വീകരിക്കുന്നതായിട്ടുള്ള സ്ത്രീകൾ തീർച്ചയായിട്ടും വിഷമിക്കേണ്ടി വരും. പ്രായസീതന്തി യോഷിത. ഒന്നുമില്ലാത്തവനാണ് ഞാൻ. എനിക്ക് കൂട്ടായിട്ടുള്ളതോ എന്നെ സേവിക്കുന്നതോ ഒന്നുമില്ലാത്ത സന്യാസി തുല്യന്മാർ, പിച്ചക്കാരെ പോലെയുള്ളവർ. നിഷ്കിഞ്ചന ജനപ്രിയ. അതുകൊണ്ട് എന്നെ ആഢ്യന്മാർ, ധനം മുതലായതൊക്കെ ഉള്ളതായിട്ടുള്ള രാജ്യാധികാരമൊക്കെ ഉള്ളതായിട്ടുള്ള ആളുകൾ എന്നെ ഭജിക്കാറില്ല. എന്നോട് യാതൊരു തരത്തിലുള്ള സേവയും അവർക്കില്ല. അവരൊക്കെ എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണ്. ഏതൊരാളുകൾക്കാണോ, ഏതൊരു ദമ്പതികൾക്കാണോ തുല്യമായിട്ടുള്ള ധനവും കുലമഹിമയും ഐശ്വര്യവും ആകൃതിയും എല്ലാം ഉള്ളത്, അവർക്കാണ് വിവാഹം, മൈത്രി മുതലായവ ശോഭിക്കുക. ന ഉത്തമാതമയോഹോ ക്വചിത്. ഉച്ചനീചത്വമുള്ള ആളുകൾ തമ്മിൽ, ഉത്തമന്മാരും അധമന്മാരും തമ്മിൽ ഒരിക്കലും ചേരുന്നതല്ല വിവാഹാദി ബന്ധങ്ങൾ. ഇതൊന്നും അറിയാതെ അദീർഘ സമീക്ഷയാ ത്വയ, കാര്യങ്ങൾ ദീർഘദർശനത്തോടെ കാണാൻ കഴിവില്ലാത്ത ഏതോ ഒരു ഇൻഫാച്യുവേഷനിൽ പെട്ട നീയ് അല്ലേ? ഭിക്ഷുതി ശ്ലാഘിതാമുദ. ആ ഭിക്ഷുക്കൾ വന്ന് വെറുതെ എന്തൊക്കെയോ എന്നെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു, ഒരു ഗുണവുമില്ലാത്ത എന്നെക്കുറിച്ച്. അങ്ങനെ നീ എന്നെ വരിച്ചു. വൃഥാ വയം ഗുണൈർഹീനാഹ. അങ്ങനെ നീ ഇപ്പോൾ പെട്ടിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. നിന്റെ ആഗ്രഹങ്ങളൊന്നും സാധിക്കാനുള്ള ശേഷിയൊന്നും എനിക്കില്ല. നിനക്ക് ഈ ലോകത്തും പരലോകത്തും നിന്റെ ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിലേ നീ നിനക്ക് പറ്റിയ ഒരാളെ, ഒരു ക്ഷത്രിയ ശ്രേഷ്ഠനെ തന്നെ ഭരിച്ചോളൂ. നിനക്ക് എല്ലാം സാധിക്കും. നിന്റെ ആശിസ്സുകളെല്ലാം ഈ ലോകത്തിലും പരലോകത്തിലും ലഭിക്കും. അതുകൊണ്ട് ഇനിയും വൈകിട്ടില്ല, നിനക്ക് നല്ല രാജാക്കന്മാരെ സ്വീകരിക്കാം. ഇനി ശിശുപാലൻ, സാൽവൻ, ജരാസന്ധൻ, ദന്തവക്ത്രൻ മുതലായവർ എന്നെ വെറുതെ ശത്രുതയോടെ ദ്വേഷിക്കുന്നു. നിന്റെ ജ്യേഷ്ഠനായ രുക്മിയും. അതുകൊണ്ട് വീര്യമതാന്തന്മാരായ അഹങ്കാരികളായ അവരുടെ അഹങ്കാരത്തെ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അസത്തുക്കളുടെ തേജസ്സിനെ അപഹരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വിനോദമാണ്, എൻ്റെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ കൊണ്ടുവന്നതാണ്. നിന്നോട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. നിന്നെ വേണ്ടിയിട്ടല്ല ഞാൻ നിന്നെ കൊണ്ടുവന്നത്, വെറുതെ അവരോടുള്ളൊരു മത്സരം കൊണ്ട്. വാസ്തവത്തിൽ ഒന്നിലും താല്പര്യമില്ലാത്തവനാണ് ഞാൻ. സ്ത്രീകളിലോ അപത്യങ്ങളിലോ അർത്ഥത്തിലോ കാമമുള്ളവനല്ല. ന സ്ത്രീ അപത്യാർത്ഥ കാമുക. ആത്മലബ്ധി കൊണ്ട് പൂർണ്ണനാണ് ഞാൻ. എനിക്ക് ഗൃഹാദികളിൽ അതുപോലെ ദേഹാദികളിലൊന്നും യാതൊരു താല്പര്യവുമില്ല. ഒരു വെറും സാക്ഷി മാത്രമാണ്, ഉദാസീനനാണ്. എങ്ങനെയാണോ സൂര്യചന്ദ്രാദികളോ വിളക്കോ ഒക്കെ അവരുടെ ചുറ്റും നടക്കുന്നതായിട്ടുള്ള കർമ്മങ്ങളിൽ, ക്രിയകളിലൊന്നും പങ്കാളിത്തമില്ലാതെ ഉദാസീനരായിരിക്കുന്നത്, അതുപോലൊരു ഉദാസീന ഭാവം മാത്രമാണ് എനിക്കുള്ളത്. എനിക്കിതിലൊന്നും ഒരു താല്പര്യവും ഇൻവോൾവ്മെൻറ്റും ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ ഭഗവാൻ പറഞ്ഞതിൽ തന്നെ ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിലും നല്ല രീതിയിൽ അവതരിപ്പിച്ചു ആള്. വാക്ചാതുര്യം ഭഗവാനെ കഴിച്ചല്ലേ ആർക്കുള്ളൂ. അങ്ങനെ ഏതാവതുക്വാ ഭഗവാൻ ആത്മാനം വല്ലഭാമിവ മന്യമാനാം അവിശ്ലേഷാത്. ഭഗവാൻ ഒരിക്കലും വിശ്ലേഷമില്ലാത്തതുകൊണ്ട്, പിരിയാത്തതുകൊണ്ട് താൻ തന്നെയാണ് ഭഗവാൻ ഏറ്റവും വല്ലഭ എന്ന് മനിക്കുന്നവളായിട്ടുള്ള അവളോട് ഇപ്രകാരം പറഞ്ഞ് തദ്ദർപ്പഗ്ന ഉപാരമത്. അവളുടെ ദർപ്പത്തെ ഹനിക്കുന്നവനായ ഭഗവാൻ. എന്തെങ്കിലും അഭിമാനം അവൾക്കുണ്ടെങ്കിൽ, ഞാനാണ് വല്ലഭ, ഞാനാണ് ഭഗവാന്റെ ഭാര്യമാരിൽ നമ്പർ 1 എന്നൊക്കെയുള്ള ഏതെങ്കിലും അഭിമാനം ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാനായിക്കൊണ്ട് ഭഗവാൻ
നല്ലൊരു പൊട്ട് കൊടുത്തു രുക്മിണീ ദേവിക്ക്. എന്നിട്ട് മിണ്ടാതിരുന്നു. അല്ലേ, കൊടുക്കേണ്ടത് കൊടുത്തിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ ഭഗവാൻ മിണ്ടാതിരുന്നു. ഉപാരമത്. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്, അതാണ് ഇനി വർണ്ണിക്കാനിരിക്കുന്നത്. തുടർന്നുണ്ടാകുന്ന കോലാഹലങ്ങൾ. ഓം 22-ാം ശ്ലോകം മുതൽ. ഇതി ത്രിലോകേശപതേസ്തദാത്മനഃ പ്രിയസ്യ ദേവ്യശ്രുതപൂർവമപ്രിയം ആശ്രുത്യ ഭീതാ ഹൃദി ജാതവേ വധുഃ ചിന്താം ദുരന്താം രുദതി ജഗാമഃ. ഇതി ത്രിലോകേശപതേസ്തദാത്മനഃ പ്രിയസ്യ ദേവ്യശ്രുതപൂർവമപ്രിയം ആശ്രുത്യ ഭീതാ ഹൃദി ജാതവേ വധുഃ ചിന്താം ദുരന്താം രുദതി ജഗാമഃ. ഇതി ഇപ്രകാരം ത്രിലോകേശപതേഹേ, ത്രിലോകങ്ങളുടെ ഈശന്മാർക്കും പതിയായിരിക്കുന്ന, എല്ലാവരുടെയും ഉപരിയായിരിക്കുന്ന, പരനായിരിക്കുന്ന ഭഗവാന്റെ, ഈശ്വരനായ ഭഗവാന്റെ ആത്മനഃ പ്രിയസ്യ, തൻ്റെ പ്രിയനുമാണ്. ലോകത്തിൻ്റെ മുഴുവൻ പതിയാണ്, അതേസമയം തൻ്റെ പ്രിയതമനായ ഭർത്താവുമാണ്. അങ്ങനെയുള്ള ആത്മനഃ പ്രിയസ്യ അശ്രുതപൂർവം തദപ്രിയം, താൻ ഇതുവരെ ഇങ്ങനെ കേട്ടിട്ടില്ല. ശ്രുതപൂർവം ന ഇത് അശ്രുതപൂർവം. പൂർവം ശ്രുതം ഇത് ശ്രുതപൂർവം, മുമ്പ് കേട്ടത് ശ്രുതപൂർവം. അശ്രുതപൂർവം, മുമ്പ് കേട്ടിട്ടില്ലാത്തത്. ഇതുവരെ ഇതുപോലെ അപ്രിയമായിട്ടുള്ള കാര്യം ഭഗവാൻ പറഞ്ഞിട്ടേ ഇല്ല. എപ്പോഴും സ്നേഹത്തോടെ, ലാളനയോടെ, അല്ലേ, വളരെ വാത്സല്യത്തോടെ കൂടിയേ രുക്മിണിയെ വിളിക്കുള്ളൂ. എങ്ങനെയാവോ വിളിച്ചിരുന്നത്, അല്ലേ? എന്തായാലും നല്ല രീതിയിലാണ് ഇതുവരെ പെരുമാറിയിട്ടുള്ളത്. അപ്പോ ആത്മനഃ പ്രിയസ്യ അശ്രുതപൂർവം തദപ്രിയം, താൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഈ ഒരു അപ്രിയത്തെ ആശ്രുത്യ, ഇങ്ങനെ കേട്ടിട്ട് ഭീതാ, നടുങ്ങിയവളായി. ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ശക്തി, കോൺഫിഡൻസ് എല്ലാം ഭേദിക്കപ്പെട്ടവളായി, ഭയപ്പെട്ടവളായി. ഭീതാ ഹൃദി ജാതവേപതുഹു, ഹൃദയത്തിൽ ജാതവേപതുവായിട്ട് വിറയ്ക്കുന്നവളായിട്ട് എന്നർത്ഥം. വല്ലാത്തൊരു അനിശ്ചിതത്വത്തിലേക്ക്, താൻ വല്ല പാതാളത്തിലേക്ക് പതിക്കുകയാണോ എന്ന് തോന്നിപ്പോകും, അല്ലേ? നമുക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള, ഒട്ടും പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള ഏതെങ്കിലും വർത്തമാനം കേട്ടുകഴിഞ്ഞാൽ നമ്മൾ തന്നെ അറിയാതെ എവിടേക്കാണ് താൻ പതിക്കുന്നത്, ഒരു അടിത്തട്ട് കാണാത്ത ഒരു പൊട്ടക്കിണറ്റിലേക്ക്, അഗാധ ഗർത്തത്തിലേക്ക് പതിക്കും പോലെയുള്ളൊരവസ്ഥ, ഷോക്കിംഗ് ആയിട്ടുള്ളൊരവസ്ഥ. അതാണ് ഇവിടെ ഹൃദി ജാതവേപതുഹു, ഹൃദയത്തിൽ വിറയലോടുകൂടിയവളായിട്ട്, രുദതി, രോദനം ചെയ്യുന്നവളായി, കരയുന്നവളായി ദേവി. ദുരന്താം ചിന്താം ജഗാമ, ദുരന്തം എന്ന് പറഞ്ഞാൽ അന്തമില്ലാത്തത്. ദുഃഖേന അന്തം ഗന്തും ശക്യം. അപ്പൊ അന്തമില്ലാത്തതായിട്ട് എവിടേക്കൊക്കെയോ പോയി തന്നെ ഇപ്പൊ എന്താണ് സംഭവിക്കാൻ പോണത്, ഭഗവാൻ തന്നെ ഉപേക്ഷിക്കാൻ പോവുകയാണ് എന്ന് തോന്നി. ഭഗവാൻ ഉപേക്ഷിച്ചാൽ എന്തായിരിക്കും തൻ്റെ ഗതി, താൻ എവിടെ എത്തും? ആ ഒരു ദുരന്തമായിട്ടുള്ള ചിന്താം ജഗാമ, ചിന്തയെ ഗമിച്ചു. ആശ്ചര്യം. ഭഗവാന്റെ ആ വാക്കുകളുടെ സാമർഥ്യമാണത്, ഭഗവാന്റെ ലീലയുടെ ഇതാണ് ഈ എന്നുള്ളതായിട്ടുള്ള ആ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭഗവാൻ വേണ്ടതുപോലെ കൊടുത്തു എന്നർത്ഥം. അവിടെ ഒന്ന് നല്ലോണം ഭയപ്പെടുത്തി കളഞ്ഞു, ഞെട്ടിച്ചു കളഞ്ഞു, ഒരു അനിശ്ചിതത്വത്തിലേക്ക് തള്ളിയിടും പോലെ എന്നർത്ഥം. ഇതി ത്രിലോകേശപതേസ്തദാത്മനഃ പ്രിയസ്യ ദേവ്യശ്രുതപൂർവമപ്രിയം ആശ്രുത്യ ഭീതാ ഹൃദി ജാതവേപതുഃ ചിന്താം ദുരന്താം രുദതി ജഗാമഃ. പദാസുജാതേന നഘാരുണശ്രിയാ ഭുവം ലിഗന്ധ്യശ്രുഭിരഞ്ജനാസിതൈഃ ആസിഞ്ചതി കുങ്കുമരൂഷിതൗ സ്തനൗ തസ്തൗ അധോ മുഖ്യവിദുഃഖരുദ്ധവാക്.
പദാസുജാതേന നകാരുണശ്രിയാ ഭുവം ലിഗന്ധ്യശ്രുഭിരഞ്ജനാസിതൈഃ ആസിഞ്ചതി കുങ്കുമരൂഷിതൗ സ്തനൗ തസ്തൗ അധോമുഖ്യതിദുഃഖരുദ്ധവാഗ്. ആ ദേവി വല്ലാതെ അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ എന്തൊക്കെ ചെയ്തു എന്ന് സൂചിപ്പിക്കുകയാണ്. പദാ സുജാതേന നകാരുണശ്രിയാഭുവം ലിഗന്തി. നകാരുണശ്രിയാ സുജാതേന പദാഭുവം ലിഗന്തി. ദേവിയുടെ പദങ്ങൾ, പദ എന്ന് പറഞ്ഞാൽ പാദേന, അതെങ്ങനെയുള്ള പാദം? സുജാതമായിരിക്കുന്നത്. സുജാതം എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ സൃഷ്ടികർത്താവ് ഏറ്റവും നന്നായിട്ട് ചെയ്തിരിക്കുന്നത്, സൗന്ദര്യ തികവാർന്നത്, എല്ലാ എന്താ പറയുക അതിൻ്റെ ഭാവങ്ങളെല്ലാം തികഞ്ഞത് എന്നർത്ഥം. കാലിൻ്റെ സൗന്ദര്യം എത്രത്തോളം ആകാമോ, ഒരു താമര പോലെ മനോഹരം, താമരയുടെ ദളങ്ങൾ പോലെയുള്ള വിരലുകൾ, അതിൽ നഖം ഉണ്ട്, ആ നഖത്തിലെ അരുണിമ, ചെമ്പഞ്ഞിച്ചാറൊക്കെ പൂശിയത് കൊണ്ട് ചുവപ്പുണ്ടാവും കാലിന്. അതിൻ്റെ പുറമേ അതിൻ്റെ നാച്ചുറലായിട്ടുള്ള രക്തത്തിൻ്റെതായിട്ടുള്ള ആ ഒരു തുടിപ്പ്, അതുകൊണ്ടുണ്ടാകുന്ന വർണ്ണം, അതുകൊണ്ടുള്ള കാന്തിയോടുകൂടിയതായിട്ടുള്ള പദ. അപ്പം രക്തം തുടിക്കുന്ന കാല്, രക്തം പുറത്തേക്ക് തള്ളി വരുമോ എന്ന് തോന്നും പോലെയുള്ള ആ കാന്തിയോടുകൂടിയതായിട്ടുള്ള സുജാതേന പദ ഭുവം ലിഗന്തി. ഭൂമിയിലേക്ക് ലേഖനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കാലുകൊണ്ട് വിരല് ഭൂമിയിൽ വരയ്ക്കുകയാണ്. പല സന്ദർഭങ്ങളിലും അങ്ങനെ ഉണ്ടാവാറുണ്ട്. സ്ത്രീകൾ ലജ്ജയോടുകൂടി നിൽക്കുമ്പോൾ അല്ലേ, മറ്റേ എന്താ പറയുക, പെണ്ണ് കാണൽ ചടങ്ങിലൊക്കെ പണ്ടൊക്കെ പെൺകുട്ടികൾ വന്ന് അവിടെ നിൽക്കുമ്പോൾ ലജ്ജയോടുകൂടി തലയും താഴ്ത്തിക്കൊണ്ട് കാല് നഖം കൊണ്ട് ഭൂമിയിൽ വരച്ചു കൊണ്ടൊക്കെയാണ് നിൽക്കുക. ഇനി ആരെങ്കിലും തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാലും എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ലജ്ജയോടുകൂടി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെ ഇപ്പോൾ ഭയം കൊണ്ട് ഒരു മനസ്സിലുണ്ടായിട്ടുള്ള അനിശ്ചിതത്വത്തിൻ്റെ ഒരു അസ്വസ്ഥത, അത് പ്രകടിപ്പിക്കലാണ്. അപ്പം ഇത്തിരി ആഞ്ഞു വരയ്ക്കുണ്ടാവും. ഭൂമി ഒന്ന് കുഴിക്കുകയാണോ തോന്നും. ഈ ഭൂമി ഒന്ന് പിളർന്നു കിട്ടിയിരുന്നെങ്കിൽ, ഒന്ന് കുഴിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഇതിൻ്റെ അടിയിലേക്ക് എനിക്ക് പോകാമായിരുന്നു എന്ന മട്ട് തോന്നിപ്പോകും കാണുന്നവർക്ക്. കാര്യമായിട്ട് ഭൂമിയിൽ ലേഖനം ചെയ്യണം. അപ്പൊ അങ്ങനെ പദാസുജാതേന നഖാരുണശ്രിയാഭുവം ലിഗന്തി. പിന്നെന്ത് ചെയ്യുന്നുണ്ട്? അശ്രുഭിഹി അഞ്ജനാസിതൈഹി ആസിഞ്ചതി കുങ്കുമരൂഷിതൗ സ്തനൗ. ദേവിയുടെ സ്തനങ്ങൾ അത് കുങ്കുമരൂഷിതങ്ങളാണ്. നന്നായിട്ട് എന്താ പറയുക, ലേപനങ്ങളൊക്കെ ചെയ്യുന്ന അല്ലെ, കുളിയൊക്കെ കഴിഞ്ഞാൽ ചന്ദനം, കസ്തൂരി, കുങ്കുമം മുതലായതൊക്കെ ദേഹത്തിൽ പുരട്ടും. അപ്പൊ കുങ്കുമം കുജങ്ങളിൽ അലങ്കാരമായിട്ട് ചാർത്തും. ആ കുജകുങ്കുമങ്ങള് സ്തനങ്ങൾ, കുങ്കുമരൂഷിതങ്ങളായ സ്തനങ്ങളെ ഇവിടെ എന്ത് ചെയ്യണു? അശ്രുഭിഹി ആസിഞ്ചതി. അശ്രുക്കളെ കൊണ്ട് സേചനം ചെയ്യാണ്, നനയ്ക്കുകയാണ്. എങ്ങനെയുള്ള അശ്രുക്കളെ കൊണ്ട്? അഞ്ജനാസിതൈഹി, അഞ്ജനം കൊണ്ട് അസിതങ്ങളായത്. അഞ്ജനം എന്ന് പറഞ്ഞാൽ കണ്ണിലെഴുതിയതായിട്ടുള്ള കൺമഷിയാണ്. അസിതം എന്നാൽ കറുപ്പാണ്. അപ്പൊ കണ്ണിലെ കൺമഷി അതിൽ കലങ്ങി കണ്ണുനീര് സ്തനങ്ങളിൽ വീഴുമ്പോൾ സ്തനത്തിലുള്ള ചുവന്ന വർണ്ണം കുങ്കുമം മാറിയിട്ട് കറുപ്പായി മാറും. അപ്പോ അവിടെ എന്താണ് ഭാവം എന്നാണെങ്കിൽ, തൻ്റെ പ്രിയതമനായ ഭഗവാന് തന്നെ സമർപ്പിക്കാൻ, ആസ്വദിക്കാനായിട്ടാണ് സ്ത്രീകൾ അവരുടെ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ അലങ്കാരങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തൻ്റെ ഭർത്താവിന് തന്നെ വേണ്ടാതായി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തിനാണ് ഈ അലങ്കാരമൊക്കെ എന്നുള്ളൊരു ഭാവം പ്രകടിപ്പിക്കും പോലെ നിരാശയോടുകൂടെ, ദുഃഖത്തോടുകൂടെ ആ കണ്ണുനീര് എന്താ പറയുക, കലങ്ങുന്നുണ്ട്. കണ്ണിലെ അഞ്ജനം കലങ്ങിക്കൊണ്ട് ആ കറുത്ത മഷിയോടുകൂടിയതായിട്ടുള്ള വെള്ളം മാറിൽ വീണ് മാറിലെ അലങ്കാരമായ കുങ്കുമമെല്ലാം ഒലിച്ചു പോകുന്നു. അതാണ് ഇവിടെ നടക്കുന്ന സംഭവം. അതാണ് അഞ്ജനാസിതൈഹി കുങ്കുമരൂഷിതൗ സ്തനൗ ആസിഞ്ചതി. ആസേചനം ചെയ്യുന്നവളായിട്ടും തസ്തൗ അധോമുഖി അതിദുഃഖരുദ്ധവാക്ക്. തസ്തൗ എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്തു. എങ്ങനെയായിട്ട്? അധോമുഖി, തല താഴ്ത്തിക്കൊണ്ട്.
ഇതി കർത്തവ്യത മൂഢയായിട്ട് എന്നർത്ഥം. ഇവിടെ ലജ്ജ കൊണ്ടല്ല, അധോമുഖിയായിട്ട്, എല്ലാം നഷ്ടപ്പെട്ടവളായിട്ട്, അധോമുഖിയായിട്ട്, അതിദുഃഖ രുദ്ധവാക്ക്, ദുഃഖാതിരേകം കൊണ്ട് വാക്കുകൾ തടഞ്ഞവളായിട്ട്, ഒന്നും പറയാൻ ശക്തിയില്ലാത്തവളായിട്ട്, ഗദ്ഗത കണ്ടയായിട്ട്, രുദ്ധകണ്ഠയായിട്ട് കുറെ നേരത്തേക്ക് ദേവി ആലോചനാമഗ്നയായി നിൽക്കുകയാണ്. എന്താണ് ഇനി ചെയ്യേണ്ടത്? എന്താണ് ഇനി തൻ്റെ ഗതി? താൻ എന്താണ് ഭഗവാനോട് പറയേണ്ടത്? ഭഗവാൻ തന്നെ ഉപേക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചോ? ഇതുവരെ ഇങ്ങനൊരു ഭാഷണം ഭഗവാന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല, ഇതുപോലെ അപ്രിയമുണ്ടായിട്ടില്ല. ഇതെന്താ ഇത് എന്ന് ഒന്ന് ഷോക്കാണ്. അപ്പോൾ ചിന്തിച്ച് ഒന്ന് നിശ്ചയിക്കാനായിക്കൊണ്ട് കഴിയാതെ അവശയായി നിൽക്കുന്നൊരു അവസ്ഥയാണ്. പദാസുജാതേന നഘാരുണശ്രിയ ഭുവം വിഗന്ധി അശ്രുഭിരഞ്ജനാസിതൈ ആസിഞ്ചതി കുങ്കുമരൂഷിതൗ സ്തനൗ തസ്തൗ അധോ മുഖ്യധിരുദ്ധ അതിദുഃഖരുദ്ധവാക് തസ്യാസു ദുഃഖഭയശോകവിനഷ്ടബുദ്ധേഃ ഹസ്താശ്ലദദ്വലയധോ വ്യജനം പപാത ദേഹശ്ച വിക്ലബദിയഃ സഹസൈവ മുഹ്യൻ രംഭേവ വായുവിഹതാ പ്രവികീര്യ കേശാൻ തസ്യാസു ദുഃഖഭയശോകവിനഷ്ടബുദ്ധേഃ ഹസ്താശ്ലദദ്വലയധോ വ്യജനം പപാത ദേഹശ്ച വിക്ലബദിയഃ സഹസൈവ മുഹ്യൻ രംഭേവ വായുവിഹതാ പ്രവികീര്യ കേശാൻ തസ്യാഹ അവളുടെ എന്തുണ്ടായി? ഹസ്താത് വ്യജനം പപാത കയ്യിൽ നിന്ന് ആ വീശിക്കൊണ്ടിരുന്ന വെഞ്ചാമരം അല്ലെങ്കിൽ വിശറി പപാത പതിച്ചു. എന്തുകൊണ്ട്? സുദുഃഖഭയശോക വിനഷ്ടബുദ്ധേഹേ തസ്യാഹ സുദുഃഖം, അതിഗംഭീരമായിട്ടുള്ള ദുഃഖം, കഠിനമായിട്ടുള്ള ദുഃഖം, ആ ദുഃഖവും അതിഭയങ്കരമായിട്ടുള്ള ഭയവും സഹിക്കാനാവാത്ത ശോകവും കൊണ്ട് വിനഷ്ട ബുദ്ധിയായിട്ടുള്ള അവളുടെ എന്ന് വെച്ചാൽ അവളുടെ എന്താ പറയുക, ആ ഒരു പ്രജ്ഞ തന്നെ നഷ്ടപ്പെട്ടു എന്നർത്ഥം. താനിപ്പോ എവിടെയാ നിൽക്കുന്നത്, എന്താ ചെയ്യുന്നത്, തൻ്റെ കയ്യിൽ എന്താ ഉള്ളത് ഒക്കെ മറന്നുകൊണ്ട് സ്ഥലകാലബോധം എല്ലാം പോയി, പ്രജ്ഞയെല്ലാം പോയി എന്നർത്ഥം. ദുഃഖ ഭയ ശോകം അതിയായതുകൊണ്ട് വിനഷ്ട ബുദ്ധിയായിട്ട്, അല്ലെ, ബുദ്ധി നശിച്ചു എന്നർത്ഥം. ആ അങ്ങനെയുള്ള അവളുടെ കയ്യിൽ നിന്ന് സ്ലതത് വലയതഃ ഹസ്താത്, ഹസ്തത്തെ വിശേഷിപ്പിച്ചു സ്ലതത് വലയതഃ ഹസ്താത്. വലയം എന്ന് പറഞ്ഞാൽ വളകളെല്ലാം സ്ലതിക്കുന്നു. സ്ലതിക്കുക എന്ന് പറഞ്ഞാൽ ഊർന്നു വീഴുന്നു. എന്താ കാരണം? പെട്ടെന്ന് മെലിഞ്ഞു എന്നർത്ഥം. ഈ വല്ലാത്തൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ഈ ഒരു വർത്തമാനം ഭഗവാന്റെ കേട്ടിട്ട് താങ്ങാൻ പറ്റാത്ത ആന്തരികമായിട്ടുള്ളൊരു വ്യത, പീഡ, ആ പീഡ കൊണ്ട് പെട്ടെന്ന് തന്നെ ആ ആദി ദേവിയെ വല്ലാതെ എന്താ പറയുക, ശോഷിപ്പിച്ചു, തപിപ്പിച്ചു. അതോടുകൂടി ദേവി മെലിഞ്ഞു. മെലിഞ്ഞപ്പോൾ കയ്യിൽ വളകളൊക്കെ ലൂസായി. ആ ലൂസായ കയ്യിൽ നിന്ന് വളകളെല്ലാം ഊരി വീഴുകയാണ്. അതാണ് സ്ലതത് വലയതഃ ഹസ്താത് വ്യജനം പപാത. കയ്യിലുണ്ടായിരുന്ന വെഞ്ചാമരം വീശറി താഴേക്ക് പതിച്ചു. ദേഹശ്ച വിക്ലബദിയഃ സഹസൈവ മുഹ്യൻ രംഭേവ വായുവിഹതാ പ്രവികീര്യ കേശാൻ. വിക്ലബദിയഃ മുഹ്യൻ ദേഹഃ ച കേശാൻ പ്രവികീര്യ വായുവിഹതാ രംഭായിവ സഹസായേവ പപാത. അപ്പൊ അവളുടെ ദേഹവും പതിച്ചു എന്നാ പറയണം. ആദ്യം കയ്യിൽ നിന്ന് വ്യജനം പതിച്ചു, ഇപ്പൊ ആള് തന്നെ, ദേഹം തന്നെ ഭൂമിയിൽ പതിച്ചു. ദേഹശ്ച പപാത. അതെന്തൊക്കെ ചെയ്തിട്ട് എന്ന് പറയാണ്. വിക്ലബദിയഃ, അവളുടെ വിക്ലബം ആയിരുന്നു, വൈക്ലഭ്യം ബാധിച്ചതായിരുന്നു, ദൈന്യം ബാധിച്ചതായിരുന്നു. ഇതി കർത്തവ്യത, മൂഢത കൊണ്ട് നപുംസകത്വം ബാധിച്ചതായിരുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് പൗരുഷം നഷ്ടപ്പെട്ടവളായിരുന്നു. അങ്ങനെ പരവശയായ ബുദ്ധിയോടുകൂടിയ അവൾ മുഹ്യൻ, മോഹാലസ്യത്തെ പ്രാപിച്ചുകൊണ്ട്, മോഹിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ മോഹാലസ്യത്തെ പ്രാപിച്ചുകൊണ്ട് ആ ദേഹം
പപാത സഹസായേവ പപാത. എങ്ങനെ? കേശാൻ പ്രവികീര്യ. അപ്പൊ വീഴുന്ന വീഴത്തില് തലയിലെ കെട്ടൊക്കെ അഴിഞ്ഞു, പൂമാലയൊക്കെ ചൂടിയിരുന്നു എന്നൊക്കെ മുമ്പേ വർണ്ണിച്ചിരുന്നു. ആ പൂമാലയൊക്കെ അഴിഞ്ഞു വീഴുന്നുണ്ട്, തല മുടി കെട്ടഴിഞ്ഞു, അതും ഇങ്ങനെ പരന്ന് ഇതാകുന്നുണ്ട്. ഒരു ഭദ്രകാളിയെ പോലെ ആയിക്കൊണ്ട്, പരവശയായിക്കൊണ്ട്, കേശാൻ പ്രവികീര്യ വായുവിഹതാരംഭായിവ സഹസായേവ പപാത. രംഭ എന്ന് പറഞ്ഞാൽ വാഴ, കദളി, രംഭ എന്നൊക്കെ പറയുന്നത് വാഴയുടെ പര്യായ ശബ്ദങ്ങളാണ്. അപ്പൊ രംഭായിവ, ഒരു വാഴ വായുവിഹത, നല്ല കാറ്റടിച്ചു കഴിഞ്ഞാൽ വാഴത്തോട്ടങ്ങളൊക്കെ പോയി കാണണം അല്ലേ? നല്ല കാറ്റോടുകൂടി ഒരു മഴ വന്നു, വാഴത്തോട്ടങ്ങൾ പോയാൽ വാഴകൾ മുഴുവൻ പതിച്ചു കിടക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് കൊലവാഴകൾ ഉറപ്പാണ്. അപ്പൊ അതുപോലെ വായുവിഹതാരംഭായിവ, കാറ്റിനാൽ അടിക്കപ്പെട്ട് വീഴ്ത്തിയ ഒരു വാഴയെ പോലെ, വെട്ടിയിട്ട വാഴയെ പോലെ എന്നൊക്കെ പറയാം. സഹസായേവ പപാത, പെട്ടെന്ന് അവള് മോഹാത്സ്യപ്പെട്ട് താഴേക്ക് വീണു. കാരണം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കുറച്ച് ശ്രമിച്ചു, തൻ്റെ എന്താ പറയുക ബാലൻസൊക്കെ ഒന്ന് നോക്കാനായിട്ട്, വിൽ പവറൊക്കെ കൊണ്ട് ഒന്ന് പിടിച്ചു നിൽക്കാനൊക്കെ നോക്കി. പക്ഷേ വിൽ പവറൊക്കെ പോയി, പരവശയായി. തസ്യാസു ദുഃഖ ഭയശോക വിനഷ്ട ബുദ്ധേഃ ഹസ്താസ്ലതദ്വലയതോ വ്യജനം പപാത ദേഹശ്ച വിക്ലപതിയഃ സഹസൈവ മുഹ്യൻ രംഭേവ വായുവിഹതാ പ്രവികീര്യ കേശാൻ. തദ്ദൃഷ്ട്വാ ഭഗവാൻ കൃഷ്ണഃ പ്രിയായാഃ പ്രേമബന്ധനം ഹാസ്യപ്രൗഢിം അജാനന്ദ്യാഃ കരുണഃ സോന്വകമ്പദ. തദ്ദൃഷ്ട്വാ ഭഗവാൻ കൃഷ്ണഃ പ്രിയായാഃ പ്രേമബന്ധനം ഹാസ്യപ്രൗഢിം അജാനന്ദ്യാഃ കരുണഃ സോന്വകമ്പദ. ഭഗവാൻ കരുണഃ, കരുണാമൂർത്തിയാണ് ഭഗവാൻ. എല്ലാവരോടും കരുണ കാണിക്കുന്ന ആളാണ്. അപ്പൊ പിന്നെ ഇത്രയും ഭക്തയായിട്ടുള്ള, തന്നിൽ തന്റെ പ്രാണനെ തന്നെ സമർപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള രുക്മിണി ദേവിയോട് കരുണ ഇല്ലാതിരിക്കുമോ? അപ്പൊ കരുണ ഭഗവാൻ സഹ കൃഷ്ണ, ആ കൃഷ്ണൻ ഹാസ്യപ്രൗഢിം അജാനന്ദ്യാഃ പ്രിയായാഃ, തന്റെ ഹാസ്യത്തിന്റെ പ്രൗഢി അഥവാ അതിന്റെ ഒരു ഗാംഭീര്യം, അതിന്റെ ഒരു രഹസ്യം, താൻ തമാശ പറഞ്ഞതാണ് എന്നുള്ളത് ഗ്രഹിക്കാൻ കഴിയാതെ അജാനന്ദ്യാഃ അറിയാത്തവളുടെ, പ്രിയായാഃ ആ പ്രിയതമയുടെ പ്രേമബന്ധനം തദ്ദൃഷ്ട്വാ, ആ ദേവിയുടെ ഭഗവാനോടുള്ളതായിട്ടുള്ള പ്രേമബന്ധനം, ആ പ്രേമ ആധിക്യം, ആസക്തി, ഭഗവാനോട് എത്രത്തോളം പ്രേമമുള്ളവളാണ് എന്ന് സൂചിപ്പിക്കുന്നൊരു ലക്ഷണമാണ് ഇപ്പൊ കാണിച്ചത്, അവളുടെ മോഹാലസ്യം. അപ്പൊ ആ ഒരു ബന്ധനം, പ്രേമബന്ധനം തദ്ദൃഷ്ട്വാ, ആ ഒരു പതനത്തെ കണ്ടിട്ട് അന്വകമ്പത, ഭഗവാന്റെ ഉള്ളില് എന്തെന്നില്ലാത്തൊരു അനുകമ്പ ഉണ്ടായി. ഭഗവാൻ ഹൃദയം ആർദ്രമായി, വല്ലാതെ ഒന്ന് ചലിച്ചു, വിറച്ചു എന്നൊക്കെ അർത്ഥം. ഹൃദയം അലിഞ്ഞു, അനുകമ്പയുണ്ടായി. എന്ത് ചെയ്തു ഭഗവാൻ? ഉടനെ പര്യങ്കാദവരുഹ്യാശു താമുത്ഥാപ്യ ചതുർഭുജഃ കേശാൻ സമുഹ്യ തദ്വക്ത്രം പ്രാമൃജത് പദ്മപാണിനാ. പര്യങ്കാദവരുഹ്യാശു താമുത്ഥാപ്യ ചതുർഭുജഃ കേശാൻ സമുഹ്യ തദ്വക്ത്രം പ്രാമൃജത് പദ്മപാണിനാ. ഭഗവാൻ ഇവിടെ ഭഗവാനെ വിശേഷിപ്പിച്ചത് ചതുർഭുജഃ എന്നാണ്. ഭാഗവതത്തില് ഇത്രയും നേരം ഭഗവാനെ ചതുർഭുജഃ എന്ന് പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ടാണ് ചതുർഭുജഃ എന്ന് അവതരിപ്പിക്കുന്നത്. ഇതിനു മുമ്പൊക്കെ ഭഗവാൻ ദ്വിഭുജനായിരുന്നു. മധുരാപുരിയിൽ ജനിച്ചു, ഗോകുലത്തിൽ വളർന്നു, തിരിച്ച് മധുരാപുരിയിലേക്ക് വന്നു. അവിടെയും കുറെ ലീലകൾ ചെയ്തു, കംസവധാദി ലീലകൾ. ഇതെല്ലാം ചെയ്യുമ്പോഴും ഭഗവാൻ ദ്വിഭുജനായിട്ടാണ് ഈ ലീലകളൊക്കെ ചെയ്തത്. നമ്മുടെ ഇവിടെ മാത്രം അല്ലേ, നമ്മുടെ യവനൻ വന്നപ്പോൾ
4 കൈകളോട് കൂടിയിട്ടാണ് അവന് ദർശനം കൊടുത്തത് തോന്നുന്നുണ്ട്. പേടിച്ചോടുന്നവനെ പോലെ ഒറ്റയ്ക്ക് പോകുന്നതായിട്ടുള്ള ആ സമയത്ത് ഭഗവാൻ 4 കൈയോട് കൂടിയിട്ട് പോകുന്നത് പോലെ നാരദൻ അങ്ങനെയാ പറഞ്ഞു കൊടുത്തതേ. അപ്പൊ നാരദൻ പറഞ്ഞു കൊടുത്തത് പ്രകാരം ഭഗവാനെ 4 കൈയായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് തോന്നുന്നു. നോക്കട്ടെ ഒരു ഭാഗം. ചതുർഭുജോ അരവിന്ദാക്ഷോ വനമാലി അതിസുന്ദര 51-ാം അധ്യായത്തിൽ 4-ാം ശ്ലോകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതവിടെ നാരദൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പൊ നാരദൻ പറഞ്ഞു കൊടുത്ത ലക്ഷണങ്ങളെ കൊണ്ട് ഭഗവാൻ യവനന് ദർശനം കൊടുത്തുകൊണ്ട് ഏകനായി ഭയപ്പെട്ടവനെ പോലെ നിരായുധനായി പോകുന്നതായിട്ടാണ് കണ്ടത്. അവിടെ ഒന്ന് സൂചിപ്പിച്ചു. അത് കഴിഞ്ഞ് ഇനിയിപ്പോ ഗൃഹസ്ഥാശ്രമത്തിൽ പല സന്ദർഭങ്ങളിലും ഭഗവാൻ ചതുർഭുജനായിട്ടാണ് ദ്വാരകയിൽ കാണപ്പെടുന്നത്. അപ്പോൾ ദ്വാരകയിലാണ് ഭഗവാന്റെ ആ ഒരു പ്രൗഢി വിശ്വനാഥനായിക്കൊണ്ട്, അല്ലേ? ദ്വാരകയിലെ ആ സുധർമ്മ എന്ന സഭയും അതിൽ സ്വർഗത്തിൽ നിന്നുള്ള വിഭൂതികളെല്ലാം കൊണ്ടുവന്ന് കൊടുത്തതും അവിടെയാണ് ഭഗവാന്റെ ഒരു ഗാംഭീര്യം പരിപൂർണമായിട്ട് ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകൻ എന്നുള്ള ഭാവത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഇനിയുള്ള പല ലീലകളിലും ഭഗവാനെ ചതുർബാഹുവായിട്ട് കാണാം. പ്രത്യേകിച്ച് നമ്മുടെ അർജുനന്റെ കൂടെ സാരഥിയായിരിക്കുമ്പോഴൊക്കെ 4 കൈയാണ്. അത് അർജുനൻ തന്നെ പറയുന്നുണ്ട്. വിശ്വരൂപം കണ്ട് ഭയപ്പെട്ടവനായിട്ടുള്ള അർജുനൻ ഭഗവാനോട് പറയുന്നുണ്ട്, അങ്ങയുടെ ഈ രൂപം മറയ്ക്കൂ, എനിക്കിത് കണ്ടിട്ട് ഭയമാകുന്നു, സഹിക്കാനാവുന്നില്ല, എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അങ്ങയുടെ പഴയ ചതുർബാഹു രൂപത്തെ സ്വീകരിച്ചാലും തേനൈവ രൂപേണ ചതുർഭുജേന ദ്രഷ്ടുമിച്ചാമി എന്ന് പറയുന്നുണ്ട്. അങ്ങയുടെ ആ പഴയ ചതുർഭുജ രൂപത്തെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. പഴയ ചതുർബാഹുവായ രൂപത്തെ അങ്ങ് സ്വീകരിക്കൂ. അപ്പോൾ ഇവിടെ പല സന്ദർഭങ്ങളിലും ഇനി ചതുർബാഹു എന്നുള്ള ലക്ഷണത്തോടു കൂടിയിട്ടാണ് ഭഗവാനെ അവതരിപ്പിക്കുന്നത്. അത് ലോകങ്ങളുടെ മുഴുവൻ നിയന്താവ്, 4 ദിക്കുകളുടെയും നിയന്താവ്, പ്രപഞ്ചത്തിലെ പഞ്ചഭൂതങ്ങളുടെയും നിയന്താവ് എന്നൊക്കെ സൂചിപ്പിക്കുന്നതാണ് ഭഗവാന്റെ ആ കൈകളുടെ എണ്ണം കൂട്ടിയിട്ട്. അപ്പോൾ ഈശ്വരീയ ഭാവത്തെ കൂടുതൽ പ്രകടമാക്കിക്കൊണ്ട് എന്നർത്ഥം. എന്തായാലും ഭഗവാൻ ചതുർബാഹുവായിട്ട് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു. ചതുർഭുജ പര്യങ്കാതവരുഹ്യാശു താമുത്ഥാപ്യ ചതുർഭുജ കേശാൻ സമുഹ്യ തദ്വക്ത്രം പ്രാമൃജത് പത്മപാണിനാം. ചതുർഭുജനായിട്ടുള്ള ഭഗവാൻ ആശു പര്യങ്കാത് അവരുഹ്യ, പെട്ടെന്ന് തന്നെ താൻ ഇരിക്കുന്ന കട്ടിലിൽ നിന്ന്, മഞ്ചത്തിൽ നിന്ന് അവരുഹ്യ താഴേക്ക് ചാടി ഇറങ്ങിയിട്ട് താമുത്ഥാപ്യ, അവളെ വേഗം തൻ്റെ 4 കൈകളെ കൊണ്ടും താങ്ങി എഴുന്നേൽപ്പിച്ചു. ഉത്താപ്യ, എടുത്തെഴുന്നേൽപ്പിച്ച് കേശാൻ സമുഹ്യ, കേശങ്ങളെ അവളുടെ എന്താ പറയുക പരന്നു കിടക്കുന്ന അഴിഞ്ഞ തലമുടിക്കെട്ടിനെയെല്ലാം ഭഗവാൻ തൻ്റെ കൈകൾ കൊണ്ട് ഒന്നാക്കി ചേർത്തു. സമുഹ്യ എന്ന് പറഞ്ഞാൽ ബന്ധിക്കുക, സമ്യക്കായി വഹിക്കുക, ഒന്നിച്ച് ചേർക്കുക എന്നൊക്കെ അർത്ഥം. പത്മപാണിന തദ്വക്ത്രം പ്രാമൃജത്, താമര പോലെയുള്ള ഭഗവാന്റെ കൈകൊണ്ട് അവളുടെ മുഖത്തെ പ്രാമൃജത് തുടച്ചു എന്നാണ്, പ്രമാർജനം ചെയ്തു. അപ്പോൾ വിയർപ്പ് കൊണ്ടും കണ്ണുനീർ കൊണ്ടും നിറഞ്ഞിരുന്നതായിട്ടുള്ള അവളുടെ മുഖത്തെ കണ്ണുനീര് തുടച്ചു, വിയർപ്പ് തുടച്ചു. അങ്ങനെ ദേവിയുടെ ക്ഷീണം മാറ്റാനായിക്കൊണ്ട് ഭഗവാൻ തൻ്റെ പത്മപാണി കൊണ്ട്, അല്ലേ, ഭഗവാന്റെ അമൃത സ്പർശമുള്ള കരങ്ങളാണ്, ആ കരങ്ങളെ കൊണ്ട് ദേവിയുടെ മുഖത്തെ തലോടിക്കൊടുത്തു എന്നാണ്. പത്മപാണിന തദ്വക്ത്രം പ്രാമൃജത്, അവളുടെ മുഖത്തെ തലോടി. അതോടെ
ഒരേ സമയം ഇതെല്ലാം ചെയ്യാൻ 4 കൈകൾ അല്ലേ? എഴുന്നേൽപ്പിക്കുക, തലകെട്ടുക, മുഖം തലോടുക, മാറോട് ചേർത്ത് പിടിക്കുക, എല്ലാം ചെയ്യാൻ 4 കൈകൾ. എന്ത് ചെയ്യണമെങ്കിൽ എത്ര കൈകൾ വേണോ അത്രയും കൈകൾ ഭഗവാന് ഉണ്ടാവും എന്നർത്ഥം. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്. വിരാട് പുരുഷൻ തന്നെയാണ്. ഈ ലോകത്തിലുള്ള സകല കൈകളുടെയും ഉടമസ്ഥനാണ്. പ്രമൃജ്യാശ്രുകലേ നേത്രേ സ്തനൗ ചോപഹതൗ ശുച ആശ്ലിഷ്യ ബാഹുനാരാജൻ അനന്യവിഷയാം സതി. പ്രമൃജ്യാശ്രുകലേ നേത്രേ സ്തനൗ ചോപഹതൗ ശുച ആശ്ലിഷ്യ ബാഹുനാരാജൻ അനന്യവിഷയാം സതി. അപ്പോ ഭഗവാൻ എന്ത് ചെയ്തു? പ്രമൃജ്യ അശ്രുകലേ നേത്രേ. ഭഗവാൻ എങ്ങനെയുള്ള ആളാണ്? സാന്ത്വജ്ഞ. അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. സാന്ത്വയാമാസ സാന്ത്വജ്ഞ കൃപയാ കൃപണാം പ്രഭു ഹാസ്യ പ്രൗഢിഭ്രമച്ഛിത്താം അതദർഹാം സതാം ഗതി. സാന്ത്വയാമാസ സാന്ത്വജ്ഞ കൃപയാ കൃപണാം പ്രഭു ഹാസ്യ പ്രൗഢിഭ്രമച്ഛിത്താം അതദർഹാം സതാം ഗതി. സാന്ത്വജ്ഞൻ എന്ന് പറഞ്ഞാൽ സാന്ത്വനം ചെയ്യുന്നതിൽ, സമാധാനിപ്പിക്കുന്നതിൽ നല്ല അറിവുള്ളവൻ. അതൊരു പ്രത്യേക അറിവാണ്. അതില്ലാത്തവർ അതിനുവേണ്ടി പുറപ്പെട്ടാൽ പ്രശ്നം കൂടുതൽ വഷളാവും അല്ലേ? ചില ആളുകൾ ഞാൻ സമാധാനിപ്പിക്കാം എന്ന് പറഞ്ഞ് ദുഃഖിച്ചിരിക്കുന്നവരിടത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ അവരെ കൂടുതൽ കുത്തി വിഷമിപ്പിക്കുന്ന പോലെയുള്ള അല്ലേ, അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നതായിട്ടുള്ള, അസ്വസ്ഥരാക്കുന്ന ചില സ്വഭാവമൊക്കെ പലർക്കും ഉണ്ട്. അവരുടെ വിചാരം അത് നല്ല കാര്യമാണെന്നാണ്. പക്ഷെ ആ ആളുകളുടെ മനോനില മനസ്സിലാക്കിക്കൊണ്ട് സന്ദർഭത്തിനനുസരിച്ച് അധികം സംസാരിക്കാതെ അല്ലേ, സ്പർശം കൊണ്ടും തലോടൽ കൊണ്ടും ചേർത്ത് പിടിക്കൽ കൊണ്ടും ചുരുങ്ങിയ വാക്കുകൾ കൊണ്ടും ആശ്വസിപ്പിക്കണം വിഷമിച്ചിരിക്കുന്നവരെ. അതാണ്, അല്ലാതെ വലിയ പ്രസംഗം കൊണ്ടൊന്നും വലിയ കാര്യമില്ല. അപ്പൊ അതുപോലെ സാന്ത്വജ്ഞ, സാന്ത്വനത്തെ അറിയുന്ന പ്രഭുവായ ഭഗവാൻ, സമർത്ഥനായ ഭഗവാൻ, സദാംഗതി, സജ്ജനങ്ങൾക്ക് അഭയസ്ഥാനനായിരിക്കുന്ന, ഗതിയായിരിക്കുന്ന ഭഗവാൻ എന്ത് ചെയ്തു? അവളുടെ അശ്രുകലേ നേത്രേ ശുചാ ഉപഹതൗ സ്തനൗ പ്രമൃജ്യ, പ്രമാർജനം ചെയ്തു, തുടച്ചു. എന്തൊക്കെ തുടച്ചു? അശ്രുകലേ നേത്രേ, കണ്ണുനീർ നിറഞ്ഞിരിക്കുന്ന 2 കണ്ണുകളെയും, നേത്രേ എന്ന് പറഞ്ഞാൽ ദ്വേ നേത്രേ, 2 നേത്രങ്ങളെ, ശുചാ ഉപഹതൗ സ്തനൗ, കണ്ണുനീർ കൊണ്ട് തന്നെ ഉപഹതമായിരിക്കുന്ന, ബാധിക്കപ്പെട്ടിരിക്കുന്ന സ്തനങ്ങൾ, ആ സ്തനം മുഴുവൻ നനഞ്ഞിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലുള്ള നനവിനെയും ഭഗവാൻ തുടച്ചു വൃത്തിയാക്കി. അങ്ങനെ ദേവിയുടെ മുഖവും കണ്ണും സ്ഥലങ്ങളുമെല്ലാം തുടച്ചു. എന്നിട്ട് ഹേ രാജൻ, അല്ലയോ പരീക്ഷിത്തെ, അനന്യവിഷയാം ഹാസ്യപ്രൗഢി ഭ്രമച്ഛിത്താം സതീം കൃപയാ ബാഹുന ആശ്ലിഷ്യ സാന്ത്വയാമാസ. അനന്യവിഷയ, വേറൊരാളെ ആശ്രയിക്കാത്തവൾ, ഒരാളോടും ആശ്രയഭാവമില്ലാത്തവൾ, ഒരു അനാഥയെ പോലെ ഭഗവാനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നവൾ, ഭഗവാൻ മാത്രമാണ് തനിക്ക് ഗതി എന്ന് ഭഗവാനെ മാത്രം ആശ്രയിച്ചവളാണ്. അങ്ങനെയുള്ളവളും അനന്യവിഷയവും ഹാസ്യപ്രൗഢി ഭ്രമച്ഛിത്ത, തൻ്റെ ഹാസ്യത്തിൻ്റെ ആ ഒരു ഗൗരവം കൊണ്ട് അത് വലിയ വിഷയമായിപ്പോയി, വേണ്ടിയിരുന്നില്ല, വലിയൊരു ഷോക്കായിപ്പോയി. അപ്പോൾ ആ ഹാസ്യത്തിൻ്റെ പ്രൗഢി കൊണ്ട് ഭ്രമിച്ച ചിത്തത്തോടു കൂടിയവൾ, ആകെ തലകിഴായി മറിഞ്ഞ മനസ്ഥിതിയോടുകൂടിയവൾ, അവളുടെ ഉള്ളിലുണ്ടായിരുന്ന കോൺഫിഡൻസ്, അറിവ്, നിശ്ചയം എല്ലാം മാറി, ആകെ ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആണ്. അങ്ങനെയുള്ള ഹാസ്യപ്രൗഢി ഭ്രമച്ചിത്തം, ഹാസ്യഗാംഭീര്യം കൊണ്ട് ഭ്രമിച്ച ചിത്തത്തോടു കൂടിയവളായിട്ടുള്ള സതീം, നല്ല സദ്ഗുണങ്ങൾ തികഞ്ഞവളും പതിവ്രതയും എന്നർത്ഥം. ഭർത്താവിനെ തന്നെ ദൈവമായി കാണുന്ന ആ പതിവ്രതയായിട്ടുള്ള അവളെ കൃപയാ, കരുണയോടുകൂടെ, ബാഹുന ആശ്ലിഷ്യ, തൻ്റെ കൈകൊണ്ട് ചേർത്ത് പിടിച്ച്,
സാന്ത്വയാമാസ. ഭഗവാൻ സാന്ത്വനിപ്പിച്ചു, ആശ്വസിപ്പിച്ചു. ആ ആശ്വസിപ്പിക്കുന്ന വചനങ്ങളാണ് ഇനി ഒരു 3 ശ്ലോകങ്ങൾ. ഭഗവാന്റെ സാന്ത്വന വചനങ്ങൾ, ആശ്വാസവചനങ്ങൾ. ശ്രീ ഭഗവാനുവാച മാമാ വൈദർഭ്യസൂയേധ ജാനേ ത്വാം മത്പരായണാം ത്വദ്വചശ്രോതുകാമേന ക്ഷ്വേല്യാചരിതമംഗനേ. ശ്രീ ഭഗവാനുവാച മാമാ വൈദർഭ്യസൂയേധ ജാനേ ത്വാം മത്പരായണാം ത്വദ്വചശ്രോതുകാമേന ക്ഷ്വേല്യാചരിതമംഗനേ. ഹേ വൈദർഭി, വിദർഭ രാജാവിന്റെ അരുമ മകളെ, രാജകുമാരി വൈദർഭി, മാ മാ അസൂയേതാ. മാ, ഒരു മാ എന്നുള്ളത് മാം എന്നുള്ള അർത്ഥത്തിലാണ്. എന്നെ മാ അസൂയേതാ, അസൂയ അരുതേ. ഇവിടെ അസൂയ എന്ന് പറഞ്ഞാല് ദോഷം കാണുക, ദോഷദർശനമാണ്. നല്ലതിലൊക്കെ ദോഷം കാണലാണ് അസൂയ. നമ്മളങ്ങനെയുള്ള പലരെയും നല്ലത് കാണുമ്പോൾ എന്തെങ്കിലും ഒരു ദോഷം കണ്ട് പറഞ്ഞാലേ നമുക്ക് സമാധാനമാവുള്ളൂ. അപ്പോൾ ഇവിടെ അസൂയ ഏതാന്ന് പറഞ്ഞാൽ എന്നിൽ ദോഷം കാണരുതേ, എന്നെ തെറ്റിദ്ധരിക്കരുതേ, ഞാനൊരു എന്താ പറയുക നിന്നോട് സ്നേഹമില്ലാത്തവനാണെന്ന് കരുതരുതേ, നിന്നെ ഉപേക്ഷിക്കാൻ പോകുന്നവനാണ്, ക്രൂരനാണ്, കഠിന ഹൃദയനാണ് എന്നൊന്നും കരുതരുതേ. മാ അസൂയേധാ ത്വാം മത്പരായണാം ജാനേ. ജാനേ, ഐനോ, ഞാൻ അറിയുന്നു. എന്തറിയുന്നു? ത്വാം, നിന്നെ, മത്പരായണാം, എന്നെ തന്നെ പരമമായ അയനമായി കരുതിയിരിക്കുന്നവൾ, ഏറ്റവും പരിപൂർണ ആശ്രയമായി എന്നെ കണ്ടിരിക്കുന്നവൾ, വേറൊരു ആശ്രയമില്ല എന്ന് കരുതിയവളാണ് നീ. എല്ലാം ഉപേക്ഷിച്ച് എന്നെ തന്നെ ശരണം പ്രാപിച്ചവളാണ്. ബന്ധുക്കളെ എല്ലാം അല്ലേ ഉപേക്ഷിച്ചിട്ടാണ് നീ എൻ്റെ കൂടെ വന്നത്. അപ്പോ മത്പരായണാം ഇതി ജാനേ, നിന്നെ ഞാൻ എന്നെ തന്നെ ആശ്രയിച്ചവനാകുന്നു എന്നറിയുന്നു. അങ്കനേ എന്ന് വിളിക്കുന്നുണ്ട് അവസാന വാക്ക്. അങ്കനേ, അല്ലയോ സുന്ദരി, അങ്കനേ ത്വദ്വചശ്രോതുകാമേന മയാ ക്ഷ്വേല്യാ ആചരിതം. മയാ ക്ഷ്വേല്യാ ആചരിതം, എന്നാൽ ക്ഷ്വേളി എന്ന് പറഞ്ഞാൽ കേളി തന്നെയാണ്, കളി, ക്രീഡ എന്നർത്ഥമാണ്. അപ്പൊ ക്ഷ്വേല്യ, നേരം പോക്കായിട്ട്, നർമ്മമായിട്ട്, ആചരിതം, ആചരിക്കപ്പെട്ടതാണ്. എന്തിന്? ത്വദ്വചഃ ശ്രോതുകാമേന, നിന്റെ വാക്കുകൾ കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നിന്നെ പരിഭ്രമിപ്പിക്കാനായിട്ട് പറയുമ്പോൾ നീ അതിനെങ്ങനെ പ്രതികരിക്കും? ഏതൊക്കെ രീതിയിലാണ് നീ മറുപടി പറയുക? അതൊരു രസമല്ലേ? അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്, നിന്റെ പരിഭവം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നിന്നെ പരീക്ഷിച്ചത്. കളിയായിട്ട് പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കൂ. സത്യമല്ല, പരമാർത്ഥമല്ല ഞാൻ പറഞ്ഞത്. മുഖം ച പ്രേമ സംരംഭസ്ഫുരിതാധരമീക്ഷിതും കടാക്ഷേപാരുണാപാംഗം സുന്ദര ഭ്രുകുടീതടം. മുഖം ച പ്രേമ സംരംഭസ്ഫുരിതാധരം ഈക്ഷിതും കടാക്ഷേപാരുണാപാംഗം സുന്ദര ഭ്രുകുടീതടം. അപ്പൊ നിന്റെ വചസ്രോതുകാമേന എന്ന് പറഞ്ഞു. ഇനി ഈക്ഷിതും എന്നും കൂടി പറയണ്ടേ. ഈക്ഷിതും എന്ന് പറഞ്ഞാലോ കാണാനും ഉള്ള കാമം. എന്ത് കാണാൻ? നിന്റെ മുഖം കാണാൻ. എങ്ങനെയുള്ള മുഖം? പ്രേമ സംരംഭസ്ഫുരിതാധരം മുഖം, കടാക്ഷേപ അരുണാപാംഗം മുഖം, സുന്ദര ഭ്രുകുടീതടം മുഖം. എല്ലാം മുഖത്തിന്റെ വിശേഷണങ്ങളാണ്. എങ്ങനെയുള്ള മുഖം? പ്രേമ സംരംഭസ്ഫുരിതാധരം മുഖം. പ്രേമ സംരംഭം എന്ന് പറഞ്ഞാൽ, സംരംഭം എന്നാൽ കോപമാണ്. പ്രേമകോപം, പ്രണയകലഹം എന്നൊക്കെ അർത്ഥം. അപ്പൊ നിന്റെ ഉള്ളില് എന്നോടുള്ള പ്രേമം കൊണ്ട് കോപം വരും, അത് പ്രകടിപ്പിക്കും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അധരങ്ങൾ സ്ഫുരിക്കും, ചുണ്ടുകൾ ഇങ്ങനെ വിറയ്ക്കും. അപ്പൊ വിറയ്ക്കുന്ന ചുണ്ടുകളോട് കൂടിയതും
കടാക്ഷേപ അരുണാപാംഗം. അപാംഗം കടക്കണ്ണ്. ആ കടക്കണ്ണ് അരുണം, ചുവന്നതായിട്ടുള്ള കടക്കണ്ണ്. അതുകൊണ്ട് കടാക്ഷേപം, എറിയ കടക്കണ്ണ് കൊണ്ടുള്ള ഏറ്, നല്ല ചുവന്ന കണ്ണിന്റെ ഏറ് ഇടയ്ക്കിടയ്ക്ക് വെട്ടിച്ചൊരു നോട്ടം ഉണ്ടാവും ദേഷ്യം വരുമ്പോൾ. ആ ഒരു ചുവന്ന കണ്ണുകളുടെ ഒരു നോട്ടം, വെട്ടിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള നോട്ടം. സുന്ദര ഭ്രുകുടീതടം. പുരികക്കൊടിയൊക്കെ ഇങ്ങനെ വളയും കോപം കാണുമ്പോൾ, സാധാരണ പോലെയല്ല, അതൊക്കെ ഇങ്ങനെ ഒന്ന് വളഞ്ഞ് വില്ല് വളയും പോലെയൊക്കെ വളയും. അതാണ് സുന്ദരമായിട്ട് അതിൻ്റെ ഭ്രുകുടീതടം. ആ പുരികത്തടത്തോട് കൂടിയതായിട്ടുള്ള മുഖമീക്ഷിതും, മുഖത്തെ കാണാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ തമാശയൊക്കെ പറഞ്ഞത്. ക്ഷേല്യാചരിതം, ക്ഷേളിയാണ്, നീ സീരിയസ് ആക്കി കളഞ്ഞല്ലോ, വളരെ ഗൗരവത്തോടെ എടുത്തല്ലോ. അയം ഹി പരമോ ലാഭോ ഗൃഹേഷു ഗൃഹമേധിനാം യന്നർമ്മൈർനീയതേ യാമഃ പ്രിയയാ ഭീരുഭാമിനി. അയം ഹി പരമോ ലാഭോ ഗൃഹേഷു ഗൃഹമേധിനാം യന്നർമ്മൈർനീയതേ യാമഃ പ്രിയയാ ഭീരുഭാമിനി. ഭീരു, ഭാമിനി സംബോധനകളാണ്. ഭാമിനി എന്ന് പറഞ്ഞാൽ ഹലയോ സുന്ദരി. പക്ഷെ ഭീരു എന്ന് പറഞ്ഞാലോ പെട്ടെന്ന് ഭയപ്പെടുന്നവൾ, നിസ്സാര കാര്യത്തിന് പോലും ഭയപ്പെടുന്നവൾ, ഒരു മാൻപേടയെ പോലെ. അങ്ങനെയുള്ള ഒരു ധൈര്യമില്ലാത്തവളെ, ഭയശീലയായിരിക്കുന്നവളെ ഭീരു ഭാമിനി. ഗൃഹേഷു ഗൃഹമേദിനാം പ്രിയയാ നർമ്മൈഹി യാമഃ നീയതേയത് അയം ഹി പരമോ ലാഭഃ. ഗൃഹമേദിന എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമികൾക്ക്, ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് എപ്പോഴും ആവലാദികളുമായി അല്ലേ ഓരോ ദിവസവും കടന്നു പോകുന്നവരാണ് ഗൃഹസ്ഥാശ്രമികൾ. അധ്വാനം തന്നെ, സമ്പാദിക്കാനുള്ള നെട്ടോട്ടം, പല ഉത്തരവാദിത്വങ്ങൾ, ഇതെല്ലാം നിർവഹിച്ചു കൊണ്ടുള്ളതായിട്ടുള്ള ഒരു വല്ലാത്ത അധ്വാനമാണ് ജീവിതം. അപ്പം അങ്ങനെ ഇരിക്കുന്ന ആ ഗൃഹേഷു ഗൃഹമേദിനാം, ഗൃഹങ്ങളിൽ വസിക്കുന്ന ഗൃഹസ്ഥാശ്രമികൾക്ക് പ്രിയയാ, തൻ്റെ പ്രിയതമയോടുകൂടി ചേർന്ന്, നർമ്മൈഹി നേരം പോക്കുകളെ കൊണ്ട്, യാമഃ നീയതേയത്. യാമം എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം, 3 മണിക്കൂറാണ് ഒരു യാമം. പ്രത്യേകിച്ച് രാത്രികളിൽ ഏകാന്തതകളിൽ നേരം പോക്കായിട്ട് യാമങ്ങൾ കഴിച്ചു കൂട്ടുക എന്നുള്ളത് ദമ്പതികളുടെ ഏറ്റവും ഒരു ഭാഗ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് നർമ്മൈഹി യാമഃ നീയതേയത്. നർമ്മങ്ങളെ കൊണ്ട്, നേരം പോക്കുകളെ കൊണ്ട് യാമം കഴിച്ചു കൂട്ടുക എന്നത്, കുറച്ച് സമയം ഒന്നിച്ച് പ്രൈവറ്റായിട്ട് അല്ലെ രഹസ്യമായിരുന്ന് ആരുടെയും ശല്യം കൂടാതെ ഇങ്ങനെ പല തമാശകളും പറഞ്ഞിരിക്കാൻ എല്ലാ ദമ്പതികളും ആഗ്രഹിക്കും. അതിന് അവസരം കിട്ടാതെ ആവുമ്പോഴാണ് അവർ തമ്മിൽ കലഹം വർദ്ധിച്ചു വരിക, കുടുംബ കലഹമൊക്കെ ആയിട്ട് മാറുക. അപ്പം അതിന് വീട്ടുകാരൊക്കെ ചിന്തിക്കേണ്ടത്, കുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് സ്വകാര്യത കൊടുക്കണം, അവർ തമ്മിൽ അടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മായിയമ്മയും നാത്തൂനും മറ്റു സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ കയറി അവരുടെ എന്താ പറയുക സ്വൈരത്തിൽ കുറച്ച് കാലമെങ്കിലും ഇടപെടാതിരിക്കുക. കുറച്ച് അവർക്ക് പേഴ്സണലായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കുക, ഒരു ഒഴിഞ്ഞ സ്ഥലവും കൊടുക്കണം, അവരെ ഉപദ്രവിക്കാത്ത സമയവും കൊടുക്കണം, അവർ തമ്മിൽ ഒരു ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യാനായിട്ട്. അതൊന്ന് പലയിടത്തും വിവരമില്ലാതെ അത് കൊടുക്കുന്നില്ല, അതൊക്കെ വലിയ കംപ്ലൈൻറ്റുകളായിട്ട് വരുന്നുണ്ട്. തിരിച്ചറിയുക. അപ്പം എന്തായാലും ഗൃഹമേദിനാം ഗൃഹേഷു നർമ്മൈഹി യാമം നീയതേ യത് അയം ഹി പരമഃ ലാഭഃ. ഇത്രയേ ഉള്ളൂ നമുക്ക് കിട്ടാവുന്ന, ഗൃഹസ്ഥാശ്രമ ജീവിതം കൊണ്ട് കിട്ടാവുന്ന ഏറ്റവും വലിയ ലാഭം എന്ന് പറയുന്നത്. ബാക്കി മുഴുവൻ നഷ്ടക്കച്ചവടമാണ്. രാവിലെ എഴുന്നേറ്റ് ഓടുകയാണ്, അധ്വാനം തന്നെയാണ്. നാട്ടുകാരുടെയൊക്കെ ആട്ടും തുപ്പും ചീത്തയൊക്കെ കേട്ടിട്ട് കുറെ കാശുണ്ടാക്കണു. അത് പല ആവശ്യങ്ങൾക്കും ചെലവായി പോയിക്കൊണ്ടേയിരിക്കണം അല്ലേ, പല വായിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും കാണാനില്ല, സമ്പാദിച്ചതൊന്നും തിരിഞ്ഞു നോക്കുമ്പോൾ, കണക്ക് നോക്കുമ്പോൾ ഒന്നും ബാക്കിയില്ല, കടങ്ങൾ മാത്രം ബാക്കി. എല്ലാ മാസവും അടയ്ക്കാനുള്ള EMI-കൾ പേടിപ്പിക്കുന്നു, ക്രെഡിറ്റ് കാർഡുകളുടെ ഡ്യൂകൾ പേടിപ്പിക്കുന്നു. ഇതൊക്കെയാണ് ഗൃഹസ്ഥ ജീവിതത്തിൽ ഇന്ന് കാണാനുള്ളത്. പണ്ട് പിന്നെ അത്ര കടങ്ങളൊന്നും വാങ്ങിക്കില്ല ആരും. ഉള്ളതുകൊണ്ട് ലളിതമായ ജീവിതം നയിച്ചിരുന്നു. എങ്കിലും അധ്വാനമുണ്ട്.
പാടത്തും പറമ്പത്തും പറഞ്ഞ പോലെ പല അധ്വാനങ്ങളും കഴിഞ്ഞ് അല്പനേരം വിശ്രമിക്കുമ്പോഴായിരിക്കും ഭാര്യമാരോട് കുറച്ച് നർമ്മസല്ലാപമൊക്കെ ചെയ്യാനുള്ള അവസരം കിട്ടുക. അപ്പോഴേക്കും കുട്ടികളുമൊക്കെ വളർന്ന് വലുതായി കഴിഞ്ഞാലോ അവരും സ്വൈരം കെടുത്തും, അല്ലേ? അപ്പൊ അയം ഹി പരമോ ലാഭോ ഗൃഹേഷു ഗൃഹമേദിനാം എന്നർമ്മൈർനീയതേ യാമഹ പ്രിയയാ ഭീരുഭാമിനി. അപ്പൊ അതുകൊണ്ട് ഇതല്ലേ വലിയ ലാഭം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നെ തെറ്റിദ്ധരിക്കരുതേ. കുറച്ച് സമയം പോക്ക്, നേരം പോക്കായിട്ട് പറഞ്ഞതാണ്. നിന്റെ ആ സുന്ദരമായ മുഖമൊക്കെ കാണാനായിട്ട്, നിന്റെ കോപഭാവമൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനതൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ തെറ്റിദ്ധരിക്കരുതേ. ഇങ്ങനെ ഭഗവാൻ സാന്ത്വനിപ്പിച്ചു. ശ്രീശുക ഉവാച സൈവം ഭഗവതാ രാജൻ വൈദർഭീ പരിസാന്വിത ജ്ഞാത്വാ തത്പരിഹാസോക്തിം പ്രിയത്യാഗഭയം ജഹൗ. ശ്രീശുക ഉവാച സൈവം ഭഗവതാ രാജൻ വൈദർഭീ പരിസാന്വിത ജ്ഞാത്വാ തത്പരിഹാസോക്തിം പ്രിയത്യാഗഭയം ജഹൗ. ഹേ രാജൻ, സാ വൈദർഭീ ഭഗവതാ ഏവം പരിസാന്വിത. ആ വിദർഭ രാജകുമാരിയായ രുക്മിണീ ദേവി ഭഗവാനാൽ ഏവം പരിസാന്വിത, ഇപ്രകാരം നന്നായി സാന്ത്വനിക്കപ്പെട്ടവളായിട്ട് തത് പരിഹാസോക്തിം ജ്ഞാത്വാ, അദ്ദേഹത്തിന്റെ വാക്കുകൾ മുമ്പ് പറഞ്ഞതെല്ലാം പരിഹാസമായിട്ടുള്ള ഉക്തികളാണ്, വചനങ്ങളാണ് എന്നറിഞ്ഞിട്ട് താൻ പേടിച്ചു പോയി. അത് വെറും പരിഹാസ വചനങ്ങളായിരുന്നു അല്ലേ, തന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു അല്ലേ എന്ന് തിരിച്ചറിഞ്ഞിട്ട് പ്രിയത്യാഗ ഭയം ജഹൗ, പ്രിയനായ ഭഗവാൻ തന്നെ ത്യജിക്കും എന്നുള്ള ഭയം, തന്നെ ഉപേക്ഷിക്കാൻ പോവുകയാണ് എന്നുള്ളതായിട്ടുള്ള ഭയത്തെ ജഹൗ ഉപേക്ഷിച്ചു. ആകെ ശ്വാസം നേരെ വീണു, ബോധം തിരിച്ചു കിട്ടി. അങ്ങനെ ബഭാഷ ഋഷഭം പുംസാം വീക്ഷന്തി ഭഗവന്മുഖം സവ്രീഡഹാസരുചിരസ്നിഗ്ധാഭാംഗേന ഭാരത. ബഭാഷ ഋഷഭം പുംസാം വീക്ഷന്തി ഭഗവന്മുഖം സവ്രീഡഹാസരുചിരസ്നിഗ്ധാഭാംഗേന ഭാരത. ഹേ ഭാരത, ഹേ അർജുന, സോറി, ഹേ പരീക്ഷിത്തെ, ഭരതവംശത്തിൽ ജനിച്ച പരീക്ഷിത്തെ, സവ്രീഡഹാസരുചിരസ്നിഗ്ധാപാംഗേന ഭഗവൻ മുഖം വീക്ഷന്തി പുംസാം ഋഷഭം ബഭാഷേ. ഭഗവാന്റെ മുഖം എങ്ങനെ നോക്കിക്കൊണ്ട്? സവ്രീഡഹാസ രുചിരസ്നിഗ്ധ അപാംഗേന. ഇപ്പൊ ലജ്ജ വന്നോൾക്ക്, അയ്യോ താൻ ഭഗവാനെ തെറ്റിദ്ധരിച്ച് ഇങ്ങനെയൊക്കെ ബോധം കെട്ടൂലോ എന്നുള്ളത് കൊണ്ട് ലജ്ജയുണ്ടായി. ആ ലജ്ജയോടും അതുപോലെ മന്ദഹാസം, ഹാസം, മന്ദഹാസത്തോടും ഉള്ളിൽ ഉണ്ടായ കോൺഫിഡൻസ് മന്ദഹാസമായി പുറത്തേക്ക് വന്നു. അതുപോലെ രുചിര സ്നിഗ്ധ അപാംഗേന, രുചിരം മനോഹരം, സ്നിഗ്ധം മൃദുവായത്, സ്നേഹപൂർണമായത്, അങ്ങനെയുള്ള കടാക്ഷത്തോടെ, അപാംഗം കടാക്ഷം. അപ്പൊ കടാക്ഷത്തോടുകൂടെ ഭഗവൻ മുഖം വീക്ഷന്തി, ഭഗവാന്റെ മുഖത്തെ ഇങ്ങനെ ചരിഞ്ഞൊന്ന് നോക്കിയിട്ട്, നേരെയല്ല നോക്കണം, കടാക്ഷത്തോടെ നോക്കിക്കൊണ്ട് പുംസാം ഋഷഭം ബഭാഷേ, പുരുഷന്മാരിൽ ശ്രേഷ്ഠനായ ഭഗവാനോട് ഭാഷണം ചെയ്തു. അപ്പോ ആ ദേവി ഭഗവാനെ നോക്കി ഭാഷണം ചെയ്യാൻ പോവുകയാണ്. ഭഗവാൻ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, ലിസ്റ്റ് അല്ലേ? നമ്മൾ തമ്മിൽ ഒട്ടും ചർച്ചയില്ല. എൻ്റെ ഗുണങ്ങളൊന്നും ഇല്ലാത്തവനാണ് ഞാൻ, ഒരു യോഗ്യതയും ഇല്ലാത്തവനാണ്, രാജ്യാധികാരമില്ലാത്തവനാണ്, പിച്ചക്കാരാണ് കൂട്ടുകാര്, നിന്നോട് യാതൊരു പ്രേമവുമില്ല, ഒരു തരത്തിലുള്ള കാമവുമില്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മറുപടി പറയണം. അതാണ് ദേവി ആരംഭിക്കാൻ പോകുന്നത്. നമുക്ക് വൈകുന്നേരം ഒരു സമയം ഉണ്ടാവുള്ളൂ, ഒന്ന് പുറത്ത് പോകേണ്ടതുണ്ട്. വന്നാൽ നേരത്തെ വന്നാൽ ക്ലാസ് എടുക്കാം, ഇല്ലെങ്കിൽ നാളെ. ഓക്കെ.
കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. വൈകുന്നേരം നേരത്തെ വന്നാൽ എടുക്കാം. ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഉറപ്പ് പറയില്ല. ഓം ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം, നല്ലൊരു ഞായറാഴ്ച. തിരുവനന്തപുരത്തെ കാര്യം പറഞ്ഞതെല്ലാവരും ഓർമ്മയിൽ വയ്ക്കുക. തിരുവനന്തപുരത്തുകാരെ കൊല്ലംകാരൊക്കെ വരിക, പങ്കെടുക്കുക ആ സ്വാഗത സംഘ രൂപീകരണത്തിൽ. കാര്യങ്ങൾ ഇന്നലെ വിശദമായി പറഞ്ഞിരുന്നു. മറ്റ് സ്വാമിജിമാരുടെ പോസ്റ്റുകളും ഞാൻ ഇട്ടിട്ടുണ്ട്, അതുമൊക്കെ ഒന്ന് കേൾക്കുക. ഓ 11-ാം തീയതി നമ്മൾ തിരുവനന്തപുരത്തായിരിക്കും, അതുകൊണ്ട് ക്ലാസ് ഉണ്ടാവില്ല. 12-ാം തീയതിയും ഉണ്ടാവില്ല. തിരിച്ച് 12-ാം തീയതി വൈകുന്നേരം എത്തുള്ളൂ. നാരായണ.